അൽ-ഇൻസാനുൽ കാമിൽ, പരിപൂർണരായ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹ് അവിടുന്ന് മാനവികതയെ ഉണർത്തുകയാണ്. നിന്റെ സ്വശരീരത്തെ സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത് പോലെ അതോടുകൂടെ നിന്റെ ഹബീബായ അള്ളാഹുവിന്റെ ഇഷ്ടദാസരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള കണക്ഷൻ നിലനിർത്തുന്നതോടെ ഏറ്റവും കൂടുതൽ മാനസിക പരിഗണന നൽകേണ്ട നിന്റെ പ്രിയപ്പെട്ട മാതാവിനെ ഒരു കാലഘട്ടത്തിലും മറക്കാൻ പാടില്ല. നീ ഏത് വലിയ കോടീശ്വരനായാലും, ഏത് മേഖലയിൽ തിളങ്ങുന്നവനായാലും, ഏത് വലിയ സ്ഥാനത്ത് വിരാജിക്കുന്നവനായാലും, നിന്റെ പ്രിയപ്പെട്ട മാതാവിന് നീ മകൻ തന്നെയാണ് കേട്ടോ. ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാവട്ടെ. ഒരു ദിവസം ഞങ്ങൾ സിറാജുൽ ഹുദയിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ ഹദ്ദാദ് കഴിഞ്ഞിട്ടൊരു ഉപദേശം തന്നു. ഞങ്ങളിൽ ദർസ് പൂട്ടിയിട്ട് നാട്ടിലേക്ക് പോകാൻ നിൽക്കുന്ന സമയം ഞങ്ങളോട് പറഞ്ഞു, മക്കളെ, നിങ്ങളൊക്കെ വലിയ ചിലപ്പോൾ പണ്ഡിതന്മാരാണ്, ഉസ്താദുമാരാണ്, തലേ കെട്ടിയ ആളുകളാണ്, ഒക്കെ ശരി തന്നെയാണ്. ഇവിടുന്ന് പലരും നിങ്ങളെ ഉസ്താദ് എന്ന് വിളിക്കാറുണ്ട്, ഇവിടുന്ന് പലരും നിങ്ങളെ മുസ്ലിയാരെ എന്ന് വിളിക്കാറുണ്ട്, ഇവിടുന്ന് പലരും നിങ്ങളെ ബഹുമാനിക്കാറുണ്ട്. പക്ഷേ നിങ്ങൾ വീട്ടിലെത്തിയാൽ നിങ്ങളുടെ ഉമ്മയുടെ മകനാണെന്നുള്ള ബോധം വേണം. മനസ്സിലായില്ല? വീട്ടിലെത്തിയാൽ നിങ്ങൾ ഉമ്മന്റെ മോനാ. ഉമ്മ ചിലപ്പോ എടാന്ന് വിളിക്കും നിങ്ങളെ, അല്ലെങ്കിൽ പോടാന്ന് ചിലപ്പം പറയും, അല്ലാതെ എടുക്കടാന്ന് നിങ്ങളോട് ആവശ്യപ്പെടും. അങ്ങനെ ആവശ്യപ്പെടും, ഉമ്മ ഞാൻ വലിയ ഉസ്താദാണ്, ബിരുദത്തിനൊക്കെ എടുക്കാൻ പോകുന്ന ആളാണ്, എന്നെ പറ്റിയിട്ട് നിങ്ങൾ എടാന്നൊക്കെ വിളിക്കുന്നത് ശരിയല്ല എന്ന് ഉമ്മാനോട് നിങ്ങൾ ചിന്തിക്കാൻ പാടില്ല. മനുഷ്യൻ അവിടെയാണ് അല്ലമഹുൽ ബയാൽ, തിരിച്ചറിവ് അവിടെയാണ് ഉണ്ടാകേണ്ടത്. ഒരു ഉസ്താദിന്റെ മുമ്പിലെത്തിയാൽ ശിഷ്യൻ ശിഷ്യനാണ്, മാതാപിതാക്കളുടെ മുമ്പിലെത്തിയാൽ മകൻ മകനാണ്, അതേ നേതാക്കളുടെ മുമ്പിലെത്തിയാൽ അനുയായികൾ അനുയായികളാണ്. ആ നിലയ്ക്ക് പെരുമാറാൻ കഴിയുന്നൊരു മാനസികാവസ്ഥ ഇതാണ് ലോകത്ത് വേണ്ടതും, ഇതാണ് ലോകത്ത് നിലനിൽക്കേണ്ടതും, അതാണ് ലോകത്ത് മുഴുവൻ തിളങ്ങിക്കാണേണ്ടതും. അതുകൊണ്ടാണ് സ്വന്തം ഉമ്മ നിന്നെപ്പോലെ ഇംഗ്ലീഷ് വേർഡുകളിടക്ക് ഉപയോഗിച്ച് സംസാരിക്കാൻ ഉമ്മാക്കറിയില്ല, അല്ലെങ്കിൽ നിന്നെപ്പോലെ ലോകത്തെ സംബന്ധിച്ചുള്ള വിവരം ഉമ്മാക്കില്ല, പത്രവായന ഉമ്മാക്ക് കഴിയാറില്ല, ലോകത്തെ സംബന്ധിച്ചൊരു വിവരവുമില്ല. ആ പൊന്നമ്മയുടെ മനസ്സ് വേദനിക്കുന്നൊരു വാക്ക്, ആ പൊന്നമ്മയുടെ മനസ്സ് വേദനിക്കുന്നൊരു നോട്ടം, ആ പൊന്നമ്മയുടെ മനസ്സ് വേദനിക്കുന്നൊരു പ്രവൃത്തി നിന്റെ ജീവിതത്തിലുണ്ടോ? നീ ഏർപ്പെടുന്ന ഒരു വിഷയത്തിലും നിനക്ക് ബറക്കത്തുണ്ടാവുകയില്ല. അപ്പൊ ഉമ്മയോടുള്ള പരിഗണന നമ്മൾ പരിഗണിച്ചേ പറ്റൂ, പിതാവിനോടുള്ള കടമകൾ നമ്മൾ നിർവഹിച്ചേ പറ്റൂ, അവരോടുള്ള കാരുണ്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യാതിരിക്കേ പാടുള്ളൂ. ആ വിഷയത്തിൽ നാം ഗൗരവത്തിലെടുക്കണം. ഞാൻ വേഗം പറഞ്ഞ് എന്റെ പ്രസംഗം നിർത്തുകയാണ്. ഉസ്താദ് അൽ-ഇൻസാനുൽ കാമിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടത്തെ ഉമ്മയായ സയ്യിദത്തുനാ ആമിന ബീവി റളിയല്ലാഹു അൻഹാ, മഹദി അവറുകൾ റസൂലുള്ളാഹിന്റെ ചെറുപ്പകാലത്ത് വഫാത്തായി പോയ മഹദിയാണ്. ആ മഹദി എപ്പോഴും സ്വന്തം ഉമ്മയെ ഓർത്തുകൊണ്ടിരിക്കൽ റസൂലുള്ളാഹിന്റെ പതിവായിരുന്നു, ശൈലിയായിരുന്നു. മഹാന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ പഠിപ്പിച്ചു തരുന്നു. ഇത് നിങ്ങൾ നോക്കണം. കുടുംബങ്ങളോട് സഹവാസങ്ങൾ ഉണ്ടാവണം. യസ്അലൂനക മദാ യുൻഫിഖൂൻ, നബിയെ അവിടത്തോട് ചോദിക്കും, മദാ യുൻഫിഖൂൻ, എന്താണ് ചെലവഴിക്കേണ്ടത് എന്ന് അവിടത്തോട് ചോദിക്കും. ഉടനെ തന്നെ പരിശുദ്ധ ഖുർആൻ പറയുന്നത്, ഖുൽ, അവിടെന്ന് പറഞ്ഞു കൊടുക്കൂ, മാ അൻഫഖതും മിൻ നഫഖത്തിൽ, വല്ല ചെലവും നിങ്ങൾ ചെലവഴിക്കുകയാണെങ്കിൽ ഫലിൽ വാലിദൈൻ, നിങ്ങളെ ധർമ്മം ആദ്യമായി അനുഭവിക്കേണ്ടത് നിങ്ങളെ മാതാപിതാക്കളാണ്. ധർമ്മം കൊടുക്കും ആദ്യം കൊടുക്കേണ്ടത് മാതാപിതാക്കൾക്കാണ്. സ്വന്തം ഉമ്മ ഒരു ഹോസ്പിറ്റലിൽ കാണിച്ച്
ഒരു ചെറിയൊരു ഗുളിക വാങ്ങുന്നതിന് പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കെ നീ പുറത്തു വലിയ ധർമ്മിഷ്ഠനായി അറിയപ്പെട്ടത് കൊണ്ട് പ്രയോജനമില്ല. സുബ്ഹാനല്ലാഹ്, നമ്മൾ ചിന്തിക്കണം. നമുക്കൊരു രോഗം വന്നാൽ അടുത്തുള്ള ക്ലിനിക്കിലൊന്നും നമ്മൾ പോകലില്ല. കണ്ണൂരിലെത്തും, അല്ലെങ്കിൽ പരിയാരത്തെത്തും, അല്ലെ പെട്ടെന്ന് പരിഹരിച്ച് കിട്ടാൻ വേണ്ടി മംഗലാപുരത്ത് പോകും, അല്ലെങ്കിൽ മണിപ്പാലിലേക്ക് പോകും. കാരണം നമുക്ക് എപ്പോഴും പോകാൻ നേരില്ലല്ലോ. നേരെ മറിച്ച് അതേ രോഗം നിന്റെ പ്രിയപ്പെട്ട ഉമ്മക്ക് വന്നാൽ അടുത്തൊരു ശങ്കരൻ കുളിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്ലിനിക് ഉണ്ട്. പണ്ട് കാലം മുതൽ ഒരു MBBS എടുത്തിട്ടിരിക്കുന്ന ഒരു മനുഷ്യനുണ്ട്. അദ്ദേഹത്തിന്റെ സമീപത്തേക്ക് ഉമ്മാനെ കൂട്ടിക്കൊണ്ടുപോയി തൽക്കാലം ഒരു 4-5 ഗുളിയും വാങ്ങിച്ചു കൊടുത്തിട്ട് സമാധാനിപ്പിക്കും. നിന്റെ ശൈലി നാം മനസ്സിലാക്കുക. നിങ്ങളെ സംബന്ധിച്ച് പറയല്ല, മൊത്തത്തിൽ നമ്മൾ വിലയിരുത്തി നോക്കിയാൽ ഇതേ സാഹചര്യം. നമുക്കൊരു പ്രശ്നം വന്നാൽ, നമ്മുടെ വൈഫിന് വന്നാൽ, നമ്മുടെ മക്കൾക്ക് വന്നാൽ, ആ സമയത്ത് ഈ ക്ലിനിക്ക് നമുക്ക് ഉപകാരത്തിൽ വരുന്നില്ല. നേരെ മറിച്ച് നമ്മുടെ ബാപ്പക്ക് അല്ലെങ്കിൽ ഉമ്മയ്ക്ക് വല്ല രോഗവും വന്നാൽ ഒരൊറ്റ ഡോക്ടറുടെ സമീപത്ത് പോക്കോടുകൂടെ എന്റെ ബാപ്പന്റെ രോഗം പൂർണ്ണമായി മാറിക്കിട്ടണമെന്ന് ചിന്തിച്ച് കുറച്ച് അധ്വാനിച്ചാലും, കുറച്ച് പ്രയാസപ്പെട്ടാലും, ബിസിനസ് ഒരു ദിവസം മാറ്റിവെച്ചാലും, എന്റെ ജീവന്റെ നിലനിൽപ്പിന് വേണ്ടി അധ്വാനിക്കാൻ പോയ എന്റെ പിതാവ് അധ്വാന സ്ഥലത്തിൽ നിന്ന് തിരിച്ചു വന്ന് ചെറുപ്രായത്തിൽ എന്നെ പരിചരിച്ച്, എന്നെ പരിരക്ഷിച്ച്, എനിക്ക് വേണ്ട മുഴുവൻ ചികിത്സകളും നടത്തിയിട്ട് എന്റെ ജീവൻ നിലനിർത്തിയ എന്റെ പിതാവ് ഇന്ന് രോഗിയായി കിടക്കുമ്പോ ആ പിതാവിനെ ചികിത്സിക്കേണ്ടത് എന്റെ ബാധ്യതയാണെന്ന് ചിന്തിച്ചിട്ട് അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന മക്കളെവിടെ? ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉറക്കെ ചൊല്ലാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി അവിടുന്ന് പഠിപ്പിച്ചു തരുന്നു, ഖുൽ മാ അൻഫഖതും മിൻ നഫഖത്തിൽ, വല്ലതും നിങ്ങൾ ചെലവഴിക്കുകയാണെങ്കിൽ ഫലിൽ വാലിദൈൻ, നിങ്ങളെ മാതാപിതാക്കൾക്ക് ചെലവഴിക്കണം കേട്ടോ. വല്ലഖറബീൻ, അടുത്ത കുടുംബക്കാർക്ക് കൊടുക്കണം കേട്ടോ. പകൽ മാന്യന്മാരായി നടന്നിട്ട് പ്രയോജനമില്ല. കുടുംബം കഷ്ടതകളും വേദനകളും പ്രയാസങ്ങളും ദാരിദ്ര്യങ്ങളും കടിച്ചിറക്കുന്ന സമയത്ത് നീ വലിയ മാന്യനായി സ്ത്രീയിട്ട കുപ്പായത്തോടെ നടന്നതുകൊണ്ട് പ്രയോജനമില്ല. കുടുംബത്തിന്റെ വേദനയറിയണം, കുടുംബത്തിന്റെ സുഖവിവരമറിയണം. ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹ് അശദ്ദുന്നാസി അദാബൻ യൗമൽ ഖിയാമ, ഖിയാമ നാളിൽ ഏറ്റവും വലിയ ശിക്ഷയുണ്ടാകുന്നത് ആർക്കാണ്? മൻ ജഹില, കുടുംബത്തെ അറിയാത്തവർക്കാണ്. ആരൊക്കെയാണ് നമ്മുടെ കുടുംബം? ആരൊക്കെയാണ് നമ്മുടെ കുടുംബ ബന്ധം നിലനിർത്തേണ്ടവർ എന്ന് അറിയാത്ത ആളുകൾക്കാണ് ഏറ്റവും കടുത്ത ശിക്ഷ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. നമ്മുടെ കുടുംബത്തിന്റെ വ്യാപ്തി നമ്മൾ അറിയണം, കുടുംബത്തിന്റെ വിശാലത അറിയണം. ഏതൊക്കെ ആശ്രയിച്ച് ജീവിക്കേണ്ട കുടുംബങ്ങളുണ്ടോ അവരെ നാം കണ്ടെത്തുകയും അവർക്കൊരു സഹായഹസ്തങ്ങൾ ചെയ്തു കൊടുക്കുന്നതിൽ നാം മുൻകൈയെടുക്കുകയും വേണം. അപ്പോഴേ നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുകരിക്കുന്നതിൽ പൂർണ്ണമായി നമുക്ക് ചെന്നെത്താൻ കഴിയുള്ളൂ. അള്ളാഹുവിന്റെ റസൂലിന്റെ കുടുംബം, ഞാനതിനെ സംബന്ധിച്ചപ്പോൾ കൂടുതൽ പറയുന്നില്ല. ആ കുടുംബം 3 രൂപത്തിൽ സ്ഥിരപ്പെടാറുണ്ട്. ഒന്നാമത്തത് നസബയിലൂടെയുള്ള സ്ഥിരപ്പെടൽ, തറവാടിത്തത്തിലൂടെ കുടുംബം സ്ഥിരപ്പെടും. ബാപ്പ, ബാപ്പന്റെ ബാപ്പ, ഉമ്മ, ഉമ്മന്റെ ഉമ്മ, ഉമ്മയുടെ അഞ്ചത്തി, ബാപ്പയുടെ പെങ്ങള് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കുടുംബപരമായി സ്ഥിരപ്പെടുന്ന നസബ, തറവാടിലൂടെ സ്ഥിരപ്പെടും. രണ്ടാമത്തത് മുസാഹറത്ത്, കെട്ടുബന്ധത്തിലൂടെ കുടുംബം സ്ഥിരപ്പെടും. കെട്ടുബന്ധത്തിലൂടെ എന്ന് പറഞ്ഞാൽ പെൺകുട്ടിയുടെ പിതാവ് അല്ലെങ്കിൽ പെൺകുട്ടിയുടെ വലിയ എന്റെ മകളെ അല്ലെങ്കിൽ ഇന്നാലിന്റെ പെണ്ണിനെ ഇന്ന മഹറിന് പകരം നിനക്ക് ഞാൻ ഇണയാക്കി നിക്കാഹ് ചെയ്ത് കൂട്ടിച്ചേർത്ത് തന്നു എന്നവൻ പറയുകയും ഉടനെ തന്നെ ഞാനത് സ്വീകരിച്ചു എന്ന് പറയുകയും ചെയ്യലോടുകൂടെ ഒരു ബന്ധം അവിടെ നിലനിൽക്കുകയാണ്. ഇനി ആ പെണ്ണിന്റെ ഉമ്മ, നീ കല്യാണം കഴിച്ചിട്ട് കൂട്ടിക്കൊണ്ടുവന്ന പെണ്ണിന്റെ ഉമ്മ, അത് നിന്റെ ഉമ്മയായി തീരുകയാണ്. ആ കല്യാണം കഴിച്ച് കൂട്ടിക്കൊണ്ടുവന്ന പെണ്ണിന്റെ ബാപ്പ,
അത് നിന്റെ ബാപ്പയായി തീരുകയാണ്. കുടുംബമെന്നത് മുസാഹറത്തിലൂടെ, കെട്ടുബന്ധത്തിലൂടെ സ്ഥിരപ്പെടും. മറ്റൊന്നാണ് റലാ, മുലകുടി ബന്ധത്തിലൂടെ കുടുംബബന്ധം സ്ഥിരപ്പെടും. 2 വയസ്സ് പൂർത്തിയാകുന്നതിന് മുൻപുള്ള കുട്ടി ഒരു പെണ്ണിന്റെ മുലപ്പാല് 5 വട്ടം കുടിച്ചാൽ, ഏതൊരു പെണ്ണിന്റെ മുലപ്പാലാണോ കുടിക്കുന്നത് ആ പെണ്ണ് ഈ കുട്ടിയുടെ ഉമ്മയായി തീരുന്നു. ആ പെണ്ണിന്റെ ഭർത്താവ് കുട്ടിയുടെ ബാപ്പയായി തീരുന്നു. ഇങ്ങനെ 3 നിലക്കുള്ള കുടുംബ ബന്ധങ്ങളാണ് പരിശുദ്ധ ഇസ്ലാം നിർദ്ദേശിച്ചതെങ്കിൽ ആ കുടുംബ ബന്ധം നിലനിർത്തലോടുകൂടെയാണ് അവരിലേക്ക് കാരുണ്യത്തിന്റെ, അത് സ്നേഹത്തിന്റെ, സൗഹാർദ്ദത്തിന്റെ സുന്ദരമായ കൈകൾ വീശിക്കൊടുക്കുമ്പോഴാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാനവികതയുടെ പൂർത്തീകരണം നിന്റെ ജീവിതത്തിലൂടെ പ്രകടമാകുന്നതെന്ന് മാത്രം ആ വിഷയത്തിൽ സൂചിപ്പിക്കുകയാണ്. ഇനി നിങ്ങൾ നോക്കണം, നിന്റെ കുടുംബത്തോടുള്ള ബാധ്യതയോടുകൂടെ തന്നെ നീ താമസിക്കുന്ന വീടിന്റെ തൊട്ട് സമീപത്തുള്ള നിന്റെ അയൽവാസികൾ, അവരോട് നിനക്ക് ബാധ്യതകളില്ലേ? അവരോട് നിനക്ക് സഹായങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതില്ലേ? ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹ് അവിടുന്ന് പഠിപ്പിച്ചു തരികയാണ്, പൊന്നുമോനെ, നിന്റെ ഭൂമിയുടെ അതിര് നിശ്ചയിക്കുമ്പോ അന്യരുടെ പറമ്പിൽ നിന്ന് ഒരു ചാണ് അല്ലെങ്കിൽ 1 ഇഞ്ച് അന്യരുടെ പറമ്പിൽ നിന്ന് നീ കൊത്തിയെടുത്താൽ 6ആം ഭൂമിയോളം അപഹരിച്ചതിന്റെ, കട്ടെടുത്തതിന്റെ പ്രതിഫലമാകും, ശിക്ഷയാകും നിനക്ക് ലഭിക്കുന്നതെന്നതിന്റെ ഭാഗമായി ഈ ഭൂമികളെ മുഴുവനും അഗ്നിയാലുള്ള മാലകളായി ഉണ്ടാക്കി നിന്നെ നരകത്തിൽ അത് ധരിപ്പിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ്. അയൽവാസികളോട് വഴക്കുകൂടൽ ശരിയല്ല. അയൽവാസികളോട് ശണ്ട കൂടൽ, അവരുമായി പിണങ്ങി നിൽക്കൽ, അവരോട് അഡ്ജസ്റ്റ്മെന്റിൽ നിൽക്കാതിരിക്കൽ, ഇതെല്ലാം പരിശുദ്ധ ഇസ്ലാം വളരെ ഗൗരവത്തോടുകൂടെ പഠിപ്പിച്ചതാണ്. അയൽവാസി എന്നതിന് ഫിഖഹിന്റെ കിതാബുകളിൽ കാണുന്നു, അവനുമായി ബന്ധപ്പെട്ട് 40ഓളം വീടുകൾ അയൽവാസിയുടെ പരിധിയിലാണ്. അയൽവാസി പട്ടിണി കിടക്കുമ്പോ നീ വയറ് നിറച്ച് ഭക്ഷിച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാനവികതയിൽ ഉൾക്കൊണ്ട ശൈലിയിൽ അല്ല. അയൽവാസിയുടെ വേദനയറിയണം, അവന്റെ ദുഃഖമറിയണം, അവന്റെ പ്രയാസമറിയണം, അവന്റെ ആധി അറിയണം, അവന്റെ വ്യാധി അറിയണം, അവന്റെ സന്തോഷത്തില് പങ്കാളിയാവണം, അവന്റെ വിഷമത്തില് പങ്കാളിയാവണം. അത് പരിഹരിക്കാൻ പരിശ്രമിക്കണം, അതിനുവേണ്ടി പ്രവർത്തിക്കണം. ആ രൂപത്തിലേക്ക് നീങ്ങുമ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൾച്ചർ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരിക. ഇത് നാം ഉൾക്കൊള്ളണം. ആ അമുസ്ലിം, ആ അയൽവാസി പ്രസ്ഥാന ബന്ധുവല്ലെങ്കിലും, മതവിശ്വാസത്തിൽ നിന്നോട് യോജിപ്പുള്ളവൻ അല്ലെങ്കിലും അയൽവാസി പരിഗണിച്ചേ പറ്റൂ. ഇതാണ് ഇസ്ലാം. കുടുസായ ചിന്താഗതി പരിശുദ്ധ ഇസ്ലാമിനില്ല. കുടുസായ ശൈലി ഇസ്ലാം കാണുന്നില്ല. ഇസ്ലാമിക ദർപ്പണത്തിലൂടെ നോക്കുമ്പോ സർവ വിഷയങ്ങളിലും വളരെ വിശാലമായ മനോഗതി, അതാണ് ഇസ്ലാം പഠിപ്പിച്ചു തരുന്നത്. ഇനി നമ്മൾ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ മനസ്സിലാക്കണം. ഞാൻ വളരെ ചുരുക്കി ഞാൻ എന്റെ സംസാരം വേഗം നിർത്തുകയാണ്. അയൽവാസികളോട് ബാധ്യതകളുണ്ട്. അതോടുകൂടെ തന്നെ നിന്റെ സമസൃഷ്ടികളോട് ബാധ്യതകളുണ്ട്. മാനവികത ഉൾക്കൊള്ളേണ്ടതുണ്ട്. സഹമനുഷ്യരോട് നിനക്ക് ബാധ്യതകളുണ്ട്. ഓ പൊന്നുമോനെ, അൽ മുസ്ലിമു മൻ സലിമൻ നാസു മിൻ ലിസാനിഹി വയദിഹി. നേരത്തെ ഉസ്താദ് അവர்கள் ഓതി കേൾപ്പിച്ചെന്ന് തന്നിട്ടില്ലേ? അൽ മുസ്ലിം യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ കീഴ്പ്പെടുന്ന, ഹബീബിനെ അനുസരിക്കുന്ന, ഇസ്ലാമിക മെമ്പർഷിപ്പ് കാത്തു സൂക്ഷിക്കുന്ന യഥാർത്ഥ മുസ്ലിം ആരാണ്? മൻ സലിമൻ നാസു മിൻ ലിസാനിഹി വയദിഹി.
ലോകത്തുള്ള സർവ്വജനങ്ങളും ഇവന്റെ കയ്യിൽ നിന്ന് സുരക്ഷിതരാണ്. എന്റെ കൈ കൊണ്ട് ഒരാൾക്കും വിഷമം വരൂല, എന്റെ കൈ കൊണ്ട് ഒരാളും വേദനിക്കൂല, ഒരാളെ ശരീരത്തും പ്രഹരിക്കൂല, ഒരാളെയും അതവന്റെ ശരീരത്തെ വേദനിപ്പിക്കൂല. ബില്ലിസാനിഹി, എന്റെ നാവ് കാരണമായി ലോകത്തുള്ള ഒരാളും വേദനിക്കുകയില്ല. ആ നിലക്ക് നാവിനെയും കയ്യിനെയും പിടിച്ചു കെട്ടിയവനാണ് യഥാർത്ഥ മുസ്ലിം. ഹബീബ് സയ്യിദനാ റസൂലുള്ളാഹ്. ഇന്നത്തെ രാവിലെ മുതൽ ഈ സമയം വരെയുള്ള നമ്മുടെ ജീവിതത്തിൽ സംസാരം കൊണ്ട് ഒരാളുടെയും മനസ്സ് വേദനിക്കാത്ത ശൈലിയിൽ മാത്രമേ എന്റെ നാവ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളൂ എന്ന് ധൈര്യമുള്ളവർ നമ്മുടെ കൂട്ടത്തിൽ എത്രയുണ്ട്? ഇന്ന് ഫത്ഹുൽ മൊഴിയിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോ ബഹുമാനപ്പെട്ട സക്കരിയൽ അൻസാരി റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചൊരു പരാമർശം വന്നു. സക്കരിയൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നോക്കുമ്പോഴാണ് കാണുന്നത്, സുബ്ഹാനല്ലാഹ്, 10 ചോദ്യം ചോദിച്ചാൽ ഈ 10 ചോദ്യത്തിനും ഒരു മറുപടി കൊണ്ട് നിർത്തുന്ന മഹാനാണ്, സംസാരം കുറക്കുന്ന ആളാണ് ശൈഖ് മശായിഖിന. നമ്മുടെ ശൈഖന്മാരുടെ മുഴുവനും ശൈഖായ സക്കരിയൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ സ്വഭാവം 10 ചോദ്യം ചോദിച്ചാൽ ആ 10 ചോദ്യത്തിനും ഒരു മറുപടി കൊണ്ട് മതിയാക്കാൻ പറ്റുമെങ്കിൽ മതിയാക്കിയിട്ട് നാവിനെ സൂക്ഷിക്കുന്ന മഹാനാണ്. ഇതല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്? നമ്മുടെ നാവ് കൊണ്ടൊരാളും വേദനിക്കാൻ പാടില്ല, സ്വന്തം ശരീരം വേദനിക്കാൻ പാടില്ല. എന്റെ നാവ് കൊണ്ട് എന്റെ ശരീരം വേദനിക്കലെങ്ങനെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്നു, മക്കളെ, നിങ്ങളാരും നിങ്ങളെ ബാപ്പനെ വിളിക്കാൻ പാടില്ല. എങ്ങനെയാണ് നബിയെ ബാപ്പനെ വിളിക്കുക? ഉടനെ തന്നെ പറഞ്ഞു, മറ്റൊരാളുടെ ബാപ്പനെ നിന്റെ ബാപ്പാന്ന് വിളിക്കാൻ പാടില്ല. അങ്ങനെ നീ അങ്ങട്ട് വിളിക്കുമ്പോ അവൻ നിന്റെ ബാപ്പയെയും വിളിക്കും. അപ്പൊ നിന്റെ ബാപ്പയെ വിളിക്കാനുള്ള കാരണം നീ അവന്റെ ബാപ്പയെ വിളിച്ചതാണ്. അതുകൊണ്ട് നിങ്ങളാരും സ്വന്തം ബാപ്പനെ വിളിക്കാൻ പാടില്ല. അതുപോലെ നിന്റെ മനസ്സുകൊണ്ട് മറ്റൊരാള് വേദനിക്കരുത്, നിന്റെ നാവ് കൊണ്ട് നിന്റെ ശരീരം വേദനിക്കരുത്. നിന്റെ നാവ് കെട്ടില്ലാതെ നിയന്ത്രണമില്ലാതെ നിന്റെ നാവ് ഉപയോഗപ്പെടുത്തിയാൽ ചിലപ്പോൾ ഭൗതികമായ ലോകത്ത് തന്നെ നിനക്ക് പ്രഹരങ്ങൾ വന്ന് നിന്റെ ശരീരങ്ങൾ വേദനിക്കേണ്ടി വരും. അല്ലെങ്കിലോ ആത്മീയ ലോകത്ത് ആഖിറത്തിൽ വേദന സഹിച്ചിറക്കേണ്ടി വരും കേട്ടോ. സ്വന്തം ശരീരത്തെ നിന്റെ നാവ് കൊണ്ട് വേദനിപ്പിക്കല്ല, മാതാപിതാക്കളെ വേദനിപ്പിക്കല്ല, ഉസ്താദുമാരെ വേദനിപ്പിക്കല്ല, കൂട്ടുകാരെ വേദനിപ്പിക്കല്ല, നാട്ടുകാരെ വേദനിപ്പിക്കല്ല, ഭാര്യയുടെ മനസ്സ് വേദനിപ്പിക്കല്ല, മക്കളെ വേദനിപ്പിക്കല്ല. ലോകത്തുള്ള ഒരു വ്യക്തിയെയും നിന്റെ നാവ് കാരണമായി വേദനിക്കുന്ന സാഹചര്യം വരല്ല. പിന്നെ ഇസ്ലാം പഠിപ്പിക്കുന്നു, നിന്റെ കൈ കൊണ്ട് വേദന വരാൻ പാടില്ല, നിന്റെ കൈ കൊണ്ട് വേദനിക്കാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്, മനസ്സ് പോലും വേദനിക്കാൻ പാടില്ല. സയ്യിദുനാ അഹ്മദ് ബിൻ ഹംബൽ, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യരാണ്. 10 ലക്ഷത്തോളം ഹദീസ് മനപ്പാഠമാക്കിയ മഹാനാണ്. നിരവധി കറാമത്തുകളുടെ ഉടമയാണ്. 4 മദ്ഹബുകളുടെ ഇമാമുകളിൽ പ്രസിദ്ധരാണ്. സയ്യിദുനാ അഹ്മദ് ബിൻ ഹംബൽ മഹാനവറുകൾ കേൾക്കുന്നു, വിദേശത്തൊരു നാട്ടിൽ ഒരു വലിയ പണ്ഡിതനുണ്ട്. നിരവധി ഹദീസുകൾ അദ്ദേഹത്തിന്റെ കൈവശമുണ്ട്. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു നടന്നു പോവുകയാണ്. പണ്ഡിതനെ കാണാൽ, ഹദീസ് പഠിക്കാൻ, അത് സ്വരൂപിക്കാൻ 10 ലക്ഷം ഹദീസ് മനപ്പാഠമാക്കിയ സയ്യിദനാ അഹ്മദ് ബിൻ ഹംബൽ സാഹസപ്പെട്ടവിടെത്തി.
എത്തിയപ്പോ വളരെ വിഷമിച്ചവിട്ട് അവിടെ എത്തിയ സമയത്ത് കാണുന്നത് എന്താണ്? സുബ്ഹാനല്ലാഹ്, ഒരു വ്യക്തിയെ കാണുന്നു. ആ വ്യക്തിയോട് അസ്സലാമു അലൈക്കും സലാം പറഞ്ഞു. വഅലൈക്കും അസ്സലാം സലാം മടക്കി. തിരിഞ്ഞു നോക്കുന്നില്ല, സംസാരിക്കുന്നില്ല. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു അവിടെ തന്നെ ഇങ്ങനെ നിന്നു. ഈ മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? അദ്ദേഹം ഒരു നായക്കിങ്ങനെ ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കൈകൊണ്ട് നായക്കിങ്ങനെ ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ക്ഷമിച്ച് കാത്തുനിന്നു. ഉസ്താദിന്റെ സമീപത്ത് പഠിക്കാവുന്ന ഒരു വിദ്യാർത്ഥിയുടെ അദബ് പ്രകടിപ്പിച്ചവിടെ നിന്നു. കുറെ കഴിഞ്ഞിട്ട് തിരിഞ്ഞു നോക്കി. അപ്പോഴേക്ക് വയറും നിറച്ച് തൊട്ടാൽ 7 പ്രാവശ്യം കഴുകണ്ട മുഗല്ലലായ നജസായ നായ തിരിച്ചു വാലാട്ടിയിട്ട് തിരിച്ചുപോയ രംഗത്താണ് തിരിഞ്ഞു നോക്കിയിട്ട് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ മുഖം കാണുന്നത്. എന്നിട്ട് പറഞ്ഞു, അഹ്മദേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നൊരു ഹദീസ് ലഭിച്ചിട്ടുണ്ട്. മൻ ഖതഅ റജാഅ മൻ ഇർതജാഅ ഖതഅ അല്ലാഹു റജാഅഹു യൗമൽ ഖിയാമ. എന്താണ് അതിലുള്ളത്? പ്രതീക്ഷയോടുകൂടെ വന്ന ഒരാളുടെ പ്രതീക്ഷയെ ഒരാൾ നഷ്ടപ്പെടുത്തിക്കളഞ്ഞാൽ, ആശയോടുകൂടെ വന്ന ഒരാളുടെ ആശ ഒരാൾ മുറിച്ചു കളഞ്ഞാൽ, ഖതഅല്ലാഹു റജാഅഹു യൗമൽ ഖിയാമ, ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുണ്ടാവേണ്ട ഘട്ടം, പ്രതീക്ഷിക്കുന്ന ഘട്ടം, അള്ളാഹുവിന്റെ സഹായം ലഭിക്കേണ്ട ഘട്ടം ഖിയാമ നാളിലാണ്. അന്ന് അള്ളാഹു സഹായം തരാതെ നിന്നെ മുറിച്ചു കളയുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു ഹദീസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അഹ്മദേ, ഈ ഹദീസ് നിനക്ക് ഞാൻ തരുന്നു. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനോട് മറുപടി കൊടുക്കുന്നു. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ചിന്തിക്കണം. മുഗല്ലലായൊരു നജസായ നായ, ആ നായക്ക് കൈകൊണ്ടൊരു നന്മ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം ആ നന്മയിൽ നിന്ന് മാറി നിന്നാൽ എന്റെ പ്രതീക്ഷ കൂടുതൽ ഉണ്ടാവുന്ന ആഖിറത്തിൽ എന്റെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോകുമെന്ന് മഹാനവറുകൾ ചിന്തിക്കുകയാണ്. കൈകൊണ്ട് വേദനിക്കരുത് ലോകത്താരും. അത് മനുഷ്യനായാലും മനുഷ്യേതര ജീവിയായാലും ഒരാളും വേദനിക്കാൻ പാടില്ല. ഞാൻ ഈ അടുത്ത് ഒരു സ്ഥലത്ത് പ്രസംഗിക്കുമ്പോൾ എന്നോട് ചോദിച്ചു, ഉസ്താദേ, ഇവിടെ കോഴി പൊരുത്തിരിക്കലുണ്ട്. ഇതിനെന്താ ഇവിടെ പറയാ? അങ്ങനെ തന്നെയല്ല പറയാ, പൊരുത്തിരിക്കുക. കുറെ ദിവസം മുട്ട ഇട്ടിട്ട് കുറച്ചു കാലം അവര് വിശ്രമിക്കാൻ വേണ്ടിയിരിക്കും. അങ്ങനെ ഇരിക്കുന്നത് ഒഴിവാക്കി കിട്ടാൻ വേണ്ടി ഈ കവുങ്ങിന്റെ പാള മുറിച്ചിട്ട് കോഴിയുടെ കവുത്തിലിട്ട് കൊടുക്കുന്നുണ്ട്. അതിന്റെ വിധി എന്താണ് എന്ന് പറഞ്ഞു. മനസ്സിലായോ? കവുങ്ങിന്റെ ഈ പാള ഉണ്ടല്ലോ, ഈ പാള മുറിച്ചിട്ട് കോഴിന്റെ കവുത്തിലിട്ട് കൊടുക്കുക. കവുത്തിലിട്ട് കൊടുക്കുന്നതിന്റെ വിധി എന്താണ്? സുബ്ഹാനല്ലാഹ്, ഈ ഇട്ടുകൊടുക്കുന്ന ഈ പെണ്ണ് ജീവിതത്തിൽ ഒന്നേ പ്രസവിച്ചിട്ടുള്ളൂ. ഒരു പ്രസവം നടത്തി ഒരു കുട്ടി പ്രസവിച്ചതിന്റെ പേരിൽ ഓള് 90 ദിവസം റെസ്റ്റിൽ തന്നെയാണ്, ബെഡ് റെസ്റ്റിൽ. ഈ കോഴി 22 മുട്ടയിട്ടിന്. അപ്പൊ എത്ര പ്രയാസം ഉണ്ടാവും? ഈ കോഴി ഒരു 2 ദിവസം ഒന്ന് വിശ്രമിക്കട്ടെ എന്ന് കരുതിയാൽ അതിന് വിട്ടുകൊടുക്കാതിരിക്കുന്നത് എത്ര വലിയ ക്രൂരതയാണ്. അത് ചെയ്യാൻ പറ്റുമോ? ഇനി നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. സുബ്ഹാനല്ലാഹ്, ഞാനൊരു സ്ഥലത്ത് സ്ത്രീകളുടെ ക്ലാസ് എടുക്കുകയാണ്. അപ്പൊ എനിക്കൊരു സംശയം വന്നു. ഏകദേശം 2-3 കൊല്ലം കഴിഞ്ഞു. ആ സംശയത്തിലുള്ളത്, ഉസ്താദെ, എന്റെ വീട്ടില് അടുപ്പില് പൂച്ച എല്ലാ ദിവസവും രാത്രി കാഷ്ടിച്ച് കളയുന്നു. അതുകൊണ്ട് എന്റെ ഉമ്മാക്കൊരു സ്വഭാവമുണ്ട്, നല്ല കാന്താരി മുളെടുത്തിട്ട് പൂച്ച എവിടെ ഏത് ഭാഗം കൊണ്ടാണോ കാഷ്ടിക്കുന്നത് ആ ഭാഗത്ത് നല്ല പൊട്ടിച്ചിട്ട് തേച്ചു കൊടുക്കാറുണ്ട്. അതിന്റെ ശേഷം പിന്നെ പൂച്ച വരുത്തൂല്ല. അതിന്റെ ശരീരത്തിന്റെ നിയമം എന്താണ്? ചിന്തിച്ചോക്കണം. പൂച്ചക്കറിയോ ഇത് അടുപ്പാണ്, അതിൽ കാഷ്ടിച്ചാല് ഇപ്പുറത്ത് കാന്താരി പൊട്ടിച്ചിട്ട് എരിയുന്നൊരു സാഹചര്യം വരുമെന്നുള്ളൊന്നും മൂപ്പർക്കറിയില്ല. ചെയ്യാൻ പാടില്ല. നേരത്തെ ഉസ്താദ് ഓർമ്മിപ്പിച്ചില്ലേ, ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹ് ഒരു പൂച്ചനെ കെട്ടിയിട്ട പെണ്ണ് പൂച്ചയ്ക്ക് തിന്നാനുള്ള സാഹചര്യം കൊടുക്കാതെ പൂച്ചനെ കെട്ടിയിട്ട കാരണത്തിന് വേണ്ടിയിട്ട്
ഉമ്മ, എന്റെ ശബ്ദം നീ കേൾക്കുന്നുവോ? സഹോദരി, സദസ്സിൽ നീ ഒരുമിച്ച് കൂടിയോ? തീരുമാനിച്ചോ? നിന്റെ കൈ കൊണ്ടൊരു പൂച്ച വേദനിക്കണ്ട, ഒരു മൃഗം വേദനിക്കണ്ട, ഒരു മനുഷ്യനും വേദനിക്കണ്ട, ഒരാളും പ്രയാസപ്പെടണ്ട. അത്തരം ഒരു സാഹചര്യത്തിലേക്ക് നീ വന്നാലല്ലാതെ നീ പരിപൂർണ മുസ്ലിമല്ല. ഇനി നിങ്ങൾ ചിന്തിക്കണം, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, എന്റെ സഹോദരിമാരെ, നമ്മുടെ കൈ കൊണ്ട് ഒരാളും വേദനിക്കാൻ പാടില്ല. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ വല്ലാത്ത ധീരനാണ്. ഇസ്രാ കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരിച്ചു വന്നപ്പോ അബൂജഹൽ വളരെ സന്തോഷിച്ചു. അവിടുന്ന് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അംഗീകരിച്ചു. ആ സംഭവം പറഞ്ഞല്ലോ. പിറ്റേ ദിവസം രാവിലെ ഒരു ജൂതനായ മനുഷ്യൻ കടന്നു വന്നു. എന്നിട്ട് പറഞ്ഞു, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, മുഹമ്മദ് നബിയെ നിങ്ങളൊരു കാല് പൊന്തിക്കുന്നു പറഞ്ഞു, ഒരു കാലുയർത്തു എന്ന് പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാലുയർത്തി. പിന്നെ പറഞ്ഞു, അടുത്ത കാലുയർത്തു എന്ന് പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി ഉയർത്തിയ കാല് താഴ്ത്തി, എന്നിട്ട് അടുത്ത കാലം കെട്ട് പൊതിച്ചു. ഉടനെ തന്നെ ഈ ജൂതന്റെ മറുപടി എന്താണ്? മുഹമ്മദേ, രണ്ട് കാലും ഒരേ നിമിഷത്തിൽ ഒരു ചാണുയരത്തിൽ ഉയർത്താൻ കഴിയാത്ത നിങ്ങളാണോ ഏഴാൻ ആകാശത്തിലും അതിനപ്പുറം പോയി എന്ന് പറയുന്നത്? വിശ്വസിക്കാൻ നിവൃത്തിയില്ല. ഇസ്രാ കഴിഞ്ഞ ഉടനെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വാളിങ്ങട്ടൂരിട്ട് പറഞ്ഞു, നബിയേ, അഖ്തുൽ ഉൻഖ, മറ്റേ പെരടിയാൻ വെട്ടും, സമ്മതം തരണോന്ന് പറഞ്ഞു. അത്രയും വലിയ ധീരനാണ് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. മഹാനവറുകളുടെ നേതൃത്വത്തിൽ അവിടുത്തെ കാലഘട്ടത്തിൽ, ഭരണകാലഘട്ടത്തിൽ നിർബന്ധിത സാഹചര്യം വന്നപ്പോൾ ഒരു യുദ്ധം കഴിഞ്ഞു. യുദ്ധം കഴിഞ്ഞിട്ട് തിരിച്ച് വരുന്ന സമയത്ത് താമസിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ടെന്റ് കെട്ടി, സൈന്യങ്ങൾക്ക് താമസിക്കാൻ, വിശ്രമത്തിന് കുറച്ച് വെള്ളമൊക്കെ കിട്ടുന്ന സ്ഥലം, കുറച്ച് വിശ്രമിക്കാൻ പറ്റിയ സ്ഥലം, അവിടെ ഒന്ന് കിടക്കാൻ വേണ്ടി ചെറിയൊരു ടെന്റ് കെട്ടി 2-3 ദിവസം അവിടെ താമസിച്ചു. താമസിച്ചു കഴിഞ്ഞ് തിരിച്ച് പട്ടാളക്കാർ, സൈന്യം തിരിച്ച് മദീനയിൽ വരുമ്പോ അതാ ടെന്റ് പൊളിക്കുകയാണ്. പൊളിക്കുമ്പോഴാണ് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് വിളിച്ചു പറയുന്ന, ഉമർ ഇബ്നുൽ ആസ് തങ്ങളെ, ആ കാണുന്ന ടെന്റിന്റെ സൈഡിൽ ഒരു കുരുവി കൂട് കെട്ടിയത് ഞാൻ കണ്ടിട്ടുണ്ട് ഉമർ ഇബ്നുൽ ആസ് തങ്ങളെ. അതുകൊണ്ട് ആ ടെന്റ് പൊളിച്ചു കളയല്ല. ആ കുരുവി കൂട്ടിൽ മുട്ടയിട്ടിട്ടുണ്ട്. ആ മുട്ട വിരിയുന്നത് വരെ ടെന്റ് പൊളിക്കാൻ പാടില്ല. പറയുന്നത് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. എന്തൊരു പരിഗണന! മനുഷ്യനാണ് എന്ന് ലോകത്തെ അറിയിക്കുന്ന ഒരു ജീവിത ശൈലി. മൻ ഖത്തല ഉസ്ഫൂറൻ, ഒരു ചെറിയൊരു പൈകാക്കിളിയെ അല്ലെങ്കിൽ ചെറിയൊരു കുരുവിയെ ഒരാൾ കൊന്നുകളഞ്ഞാൽ ആ കുരുവി ആഖിറത്തിൽ വരും. എന്നിട്ട് അല്ലാഹുവിനോട് പറയും, എന്നെ പടച്ചവനെ കൊന്നിരിക്കുന്നു, യാതൊരു കാരണവുമില്ലാതെ ഇദ്ദേഹം ഇതാ എന്നെ കൊന്നിരിക്കുന്നു അല്ലാ. കുരുവി അല്ലാഹുവിനോട് പറയുമെന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹ്. നമ്മുടെ കൈ കൊണ്ടൊരു കുരുവി പോലും വേദനിക്കാൻ പാടില്ല, ഒരു ഉറുമ്പ് പോലും വേദനിക്കാൻ പാടില്ല, ഒരു ജീവി പോലും വേദനിക്കാൻ പാടില്ല, ഒരു മനുഷ്യരും വേദനിക്കാൻ പാടില്ല. നിങ്ങൾ നോക്കൂ, ഏത് മതവിശ്വാസിയാണെങ്കിലും അവന്റെ രക്തത്തിന്റെ കളർ ഒന്നാണ്. അവനെയും ഒരമ്മയോ ഉമ്മയോ പ്രസവിച്ചതാണ്, നമ്മെയും ഒരമ്മയോ ഉമ്മയോ പ്രസവിച്ചതാണ്. നമ്മുടെ 2 കണ്ണുകളും നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങളും അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ അവയവങ്ങളും ഒരുപോലെയാണ്. ഞാൻ മരിച്ചാൽ എന്റെ ഭാര്യ വിധവയാകും, എന്റെ മക്കൾ യതീമുകളാകും. ഇതുപോലെ എന്റെ കഠാരി കാരണമായി വധിക്കപ്പെടുന്നവന്റെ ഭാര്യയും വിധവയാകും, അവന്റെ മക്കളും യതീമുകളാകും. ഇത് പഠിപ്പിച്ചു തന്നൊരു പ്രസ്ഥാനമാണ് ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹ്. വിശ്വാസത്തിന്റെ
അല്ലെങ്കിൽ പ്രസ്ഥാനത്തിന്റെ, അല്ലെങ്കിൽ കൊടിയുടെ നിറത്തിന്റെ വ്യത്യാസങ്ങൾക്കനുസരിച്ച് അക്രമങ്ങൾ അഴിച്ചുവിടുന്ന ശൈലി അത് പരിശുദ്ധ ഇസ്ലാം അംഗീകരിക്കുന്നില്ല. അതാണ് മനുഷ്യൻ മാനുഷികതയെ അറിയണം, മനുഷ്യൻ മാനവികതയെ അറിയണം. നാം പോത്തുകളെ പോലെ ആയാൽ പറ്റില്ല, മറ്റ് ജീവികളെ പോലെ ആയാൽ പറ്റില്ല. നിങ്ങൾ കാണുന്നില്ലേ ഒരു ആട്, ഈ ആട് പ്രസവിച്ചാൽ കുട്ടനാടിനെയാണ് പ്രസവിക്കപ്പെട്ടത് എങ്കിൽ ഈ കുട്ടനാടിന് പ്രായപൂർത്തിയെത്തിയാൽ അതിന്റെ വികാര സമരത്തിന് വേണ്ടി പ്രസവിച്ച അമ്മയെ ഉപയോഗപ്പെടുത്തും. അതിന് വിരോധമില്ല. ഒരു കുട്ടൻ, ഒരു പോത്ത് അത് എരുമയെ സ്വന്തം പ്രസവിച്ച അമ്മയെ ഉപയോഗപ്പെടുത്തും, വിരോധമില്ല. പക്ഷികൾ പരസ്പരം ഉപയോഗപ്പെടുത്തും, വിരോധമില്ല. നാം അങ്ങനെയാകരുത് എന്റെ പ്രിയപ്പെട്ട സഹോദരാ. നാം വളരെ ഗൗരവത്തോടുകൂടെ ചിന്തിക്കണം. കാലഘട്ടം വളരെ വികൃതമാണ്. ബന്ധങ്ങൾ ഇവിടെ നഷ്ടപ്പെട്ടു പോകുന്ന രംഗങ്ങളാണ്. സമാധാന അന്തരീക്ഷം നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങളാണ്. സന്തോഷം കളിയാടുന്ന സന്ദർഭങ്ങളൊക്കെ മാഞ്ഞുപോയിക്കൊണ്ടിരിക്കുന്ന ഘട്ടങ്ങളാണ്. 9 വയസ്സ് പ്രായമുള്ള ചെക്കന്റെ മനസ്സിൽ 4 വയസ്സ് പ്രായമുള്ള പെൺകുട്ടിയെ ഏലത്തോട്ടത്തിൽ വെച്ച് വികാര സമരത്തിന് ഉപയോഗപ്പെടുത്തണമെന്ന ചിന്ത വളർന്നു വരുന്ന കാലഘട്ടമാണ്. വിദേശത്ത് പോയി തിരിച്ചു വന്ന മകൻ ഉസ്താദിന്റെ മുമ്പിൽ വന്നിട്ട് പൊട്ടിക്കരയുന്ന രംഗമാണ്. എന്തിനാണ് മോനെ നീ കരയുന്നത്? എന്റെ ബാപ്പ ചെറിയ പ്രായത്തിലെ വിദേശത്തിലാണ്. എന്റെ ഉമ്മയുമായി കൂടെ കിടക്കുന്ന സ്വഭാവമാണ് ചെറുപ്പത്തിൽ എനിക്ക്. പക്ഷേ ആ ഉമ്മ എന്നെ ആ ഉമ്മയുടെ വികാര ശമനത്തിന് വേണ്ടി പലപ്പോഴും ഉപയോഗിച്ചിരുന്നു. വിദേശത്തിൽ നിന്ന് തിരിച്ചു വന്ന എന്നോട് ഇപ്പോഴും ഉമ്മ നിർബന്ധിക്കുകയാണ് എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുന്ന ചെറുപ്പക്കാർ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. സ്വന്തം സഹോദരിയും സഹോദരനും ഒരുമിച്ച് കൂടി നിന്നിട്ട് സന്തോഷത്തോടുകൂടെ ജീവിതം വളരെ സന്തോഷത്തോടുകൂടെ നീങ്ങേണ്ട സമയം ലൈംഗിക അരാജകത്വത്തിൽ അമർന്നിട്ട് നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങളാണ്. അതേ തമ്മാടിത്തങ്ങളും മദ്യങ്ങളും മയക്കുമരുന്നുകളും തോന്നിവാസങ്ങളും ലോകത്തിന്റെ മുമ്പിൽ കടന്നു വന്നിട്ട് സ്നേഹങ്ങൾ നശിച്ചു പോകുന്ന, ബന്ധങ്ങൾ നശിച്ചു പോകുന്ന, അതേ അതുപോലെ സാഹോദര്യം നശിച്ചു പോകുന്ന സാഹചര്യങ്ങൾ കുമനുകളിൽ പോലെ പൊന്തി പൊന്തി വന്നുകൊണ്ടിരിക്കുകയാണ്. ചെറിയ കുട്ടി ഉമ്മയെ ആക്രമിച്ചു, പോലീസ് പിടിച്ചു. IG ചോദിച്ചു, എന്താ മോനെ ഈ ആക്രമിക്കാൻ കാരണം? ഞാൻ കണ്ട സിനിമയിൽ കണ്ടിരുന്ന രംഗം ഞാൻ ഉമ്മയിലൂടെ പയറ്റിയതാണ്. പറയുന്നത് 14 വയസ്സുള്ള ചെക്കൻ. ഇതൊക്കെ നമ്മൾ പത്രത്തിലൂടെ വായിക്കുമ്പോ ആദ്യം ഒരു ഞെട്ടല്, പിന്നൊരു തെരിപ്പ്, പിന്നെ അതോടുകൂടെ സംഭവം തീർന്നു. ഞെട്ടിപ്പോയി, ആ വാർത്ത കണ്ടിട്ട് ഞെട്ടിപ്പോയി. പക്ഷെ അത് ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയുന്നില്ല. അതിനാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇവിടെ സ്ഥാപനങ്ങൾ വരുന്നു. ഈ സ്ഥാപനങ്ങൾ ആത്മീയത മനുഷ്യ മനസ്സിലേക്ക് കടത്തിവിടാന്. നിങ്ങൾ നോക്കൂ, ഏത് സ്ഫോടനങ്ങൾ ഇന്ത്യ രാജ്യത്ത് നടന്നാലും, ഇപ്പൊ നിങ്ങൾ നോക്കൂ, ഇറ്റാലിയൻ കപ്പലിലുള്ള സൈനികർ നമ്മുടെ ഇന്ത്യയിലുള്ള മത്സ്യത്തൊഴിലാളികളെ, പാവപ്പെട്ടവരെ വെടിവെച്ച് കൊന്നതിന്റെ പേരിൽ ഇപ്പൊ കുഴപ്പങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. ആരാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത്? വിദ്യാഭ്യാസമുള്ളവർ, വിദ്യാഭ്യാസമില്ലാത്തവരല്ല. വലിയ വലിയ സ്ഫോടനങ്ങളുടെ പിന്നിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് വിദ്യാഭ്യാസമില്ലാത്തവരല്ല. വലിയ വലിയ വിദ്യാഭ്യാസ തലത്തിൽ ഉത്തുംഗതിയിലെത്തിയിരുന്ന ആളുകൾ പോലും, വലിയ വലിയ വിദ്യാഭ്യാസമുള്ളവർ പോലും അക്രമത്തിനും അരാജകത്വത്തിനുമൊക്കെ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അതിലൊരു മാറ്റമുണ്ടാവാൻ ഹബീബ് സയ്യിദനാ റസൂലുള്ളാഹ് തങ്ങളുടെ വിപ്ലവാത്മകമായ പ്രബോധന ശൈലി, തങ്ങളുടെ വിപ്ലവാത്മകമായ പ്രവർത്തന ശൈലി, തങ്ങളുടെ വിപ്ലവാത്മകമായ സ്വഭാവ ശൈലി അത് ലോകത്തിന്റെ മുമ്പിൽ കാണിച്ചു കൊടുക്കാനാണ് മാനവികത ഉണർത്തുന്ന സന്ദേശങ്ങളിൽ ലോകത്ത് നമ്മൾ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നോക്കൂ, സയ്യിദനാ മുഹമ്മദ് റസൂലുള്ളാഹി. ഞാൻ എന്റെ സംസാരം നിർത്തുന്നു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് വിലയിരുത്താൻ
6 വയസ്സുള്ള കുട്ടിയുടെ വിലയിരുത്തലുകൾ നിങ്ങളുടെ മുൻപിൽ സമർപ്പിച്ച് ഞാൻ എന്റെ സംസാരം നിർത്തുന്നു. 6 വയസ്സുള്ള പൊന്നുമകൻ അള്ളാഹുവിന്റെ ഹബീബിനെ വിലയിരുത്തിയ ഒരു രംഗം. എന്റെ പ്രിയപ്പെട്ട സഹോദര, സുഹൈദാ ബീവി റളിയല്ലാഹു അൻഹാ, ഹാരിസ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയാണ് ബീവി സുഹൈദാ റളിയല്ലാഹു അൻഹ എന്ന് ഉറക്കച്ചൊല്ലാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. ബീവി സുഹൈദാ മഹദി അവറുകൾ കുടുംബ വീട്ടിലേക്ക് മകനെയും കൂട്ടി നടന്നു പോവുകയാണ്. കുട്ടിക്ക് 6 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. പൊന്നുമോനെ കൂട്ടി കുടുംബ വീട്ടിലേക്ക് നടന്നു പോകുമ്പോൾ വളരെ ദൂരെയുള്ള കുടുംബ വീട്, കുറെ കാടുകളുടെ മധ്യത്തിലൂടെ പോകണം, വിജനമായ പ്രദേശങ്ങളിലൂടെ പോകണം, വഴിയാത്ര വളരെ വിദൂരമാണ്. പൊന്നുമോനെയും കൂട്ടി 30 ചില്ലറ വയസ്സ് പ്രായം തോന്നിക്കുന്ന സുന്ദരിയാകുന്ന സുഹൈദ ബീവി നടന്നു പോകുമ്പോ കാടിലെത്തിയ സമയത്ത് കൊള്ളക്കാർ പിടിക്കുകയാണ് രണ്ടുപേരെയും, ഉമ്മനെയും മകനെയും പിടിക്കുകയാണ്. പിടിച്ച് കെട്ടിയിടുകയാണ് മരത്തിൽ. സുഹൈദ ബീവി റളിയല്ലാഹു അൻഹ ചോദിക്കുന്നു, എന്തിനാണ് നിങ്ങൾ കെട്ടിയിടുന്നത്? എന്തിനാ? കുടുംബ വീട്ടിലേക്ക് ഞങ്ങൾ നടന്നു പോകുമ്പോ നിങ്ങൾക്ക് വഴി തടസ്സങ്ങൾ സൃഷ്ടിച്ചിട്ടില്ല, നിങ്ങളെ വേദനിപ്പിച്ചിട്ടില്ല, നിങ്ങളെ പ്രയാസപ്പെടുത്തിയിട്ടില്ല. ഞങ്ങൾ സുന്ദരമായി നടന്നു പോകുമ്പോ എന്തിനാണ് ഞങ്ങളെ പിടിച്ച് കെട്ടിയിട്ടത്? കൊള്ളക്കാര് പറഞ്ഞു, ഞങ്ങൾക്ക് വേറെ ലക്ഷ്യമൊന്നുമില്ല, നിങ്ങളെ രണ്ടുപേരെയും പിടിച്ച് കെട്ടിയിട്ടതിന്റെ വില പേശിയിട്ട് വേണം ഞങ്ങൾക്ക് കോടികൾ സമ്പാദിക്കാൻ, ലക്ഷങ്ങൾ സമ്പാദിക്കാൻ. ഉടനെ സുഹൈദാ ബീവി പറയുന്ന, മക്കളെ, ഞാനൊരു സ്ത്രീയാണ്, ഈ കാട്ടിൽ ഞാൻ ഒറ്റക്കാണ്, നിങ്ങൾ നിരവധി പുരുഷന്മാരാണ്, നിങ്ങൾക്ക് ബലമായി എന്നെ പിടിച്ചുകെട്ടാൻ കഴിയുമുള്ള ആരോഗ്യം നിങ്ങൾക്കുണ്ട്. പക്ഷെ ഒരു കാര്യം ഞാൻ സമർപ്പിക്കട്ടെ, എന്റെ പൊന്നുമോനെ നിങ്ങൾ പിടിച്ചോ, എന്നെ മോചിപ്പിച്ചു തരുമോ? മോനെ പിടിച്ച് കെട്ടിയിട്ടോ, എന്നെ മോചിപ്പിച്ചു തരുമോ? സുഹൈദ ബീവിക്കറിയാം, ഞാൻ ഇവിടെ നിന്നാൽ എന്റെ ചാരിത്രം പോലും ചോദ്യം ചെയ്യപ്പെടും, എന്റെ ചാരിത്രം ഇവിടെ സംരക്ഷിക്കാത്ത നിലക്കായി പോകും. ആ നിലക്ക് പേടിച്ചുകൊണ്ട് സുഹൈദ ബീവി മോചനത്തിന് വേണ്ടി സംസാരിക്കുന്നു. കൊള്ളക്കാര് പറയുന്നു, ഓക്കെ, നിന്നെ വിട്ടേരാ. മകനെ പിടിച്ച് കെട്ടിയിട്ടു എന്ന് മാത്രമല്ല, മകനെ കൊണ്ടുപോയി വിദേശങ്ങളിലേക്ക് കടത്തിയിട്ട് അടിമച്ചന്തയിൽ വിൽപ്പനയ്ക്ക് വെച്ചു. 6 വയസ്സ് പ്രായം തോന്നിക്കുന്ന ചെറിയ പിഞ്ചുപോരെ അടിമച്ചന്തയിൽ വിൽപ്പനയ്ക്ക് വെച്ചു. അടിമക്കുട്ടിയാണെന്ന് പറഞ്ഞ് വിലപേശാൻ തുടങ്ങി. വിലപേശി അവസാനം കുട്ടി വിൽക്കപ്പെടുകയാണ്. കുട്ടിയുടെ പേര് സെയ്ദ് റളിയല്ലാഹു അൻഹു. ഒരു മുതലാളിയുടെ വീട്ടിലേക്ക് അടിമയായി കുലീന കുടുംബത്തിൽ ജനിച്ച ഹാരിസിന്റെ പുത്രൻ, സുഹൈദാ ബീവിയുടെ മഹത്തായ പുത്രൻ, അടിമയായിട്ടൊരു വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാണ്. പ്രായം 6 ഉള്ളൂ, പക്ഷേ പക്വത 60ന്റെ പക്വതയുണ്ട്. നല്ല കുട്ടിയാണ്. അവർ വാങ്ങി കുട്ടിയെ തിരിച്ചു വിൽക്കാൻ തുടങ്ങി. വിറ്റ് അവസാനം മക്കയിലുള്ള അടിമച്ചന്തയിലേക്ക് കുട്ടിയെ വിൽപ്പനച്ചരക്കായി വന്നു. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് അവിടെ ഒരു ദിവസം ഖദീജ ബീവിയോട് സമ്മതം ചോദിച്ചിട്ട് അടിമച്ചന്തയുടെ സമീപത്തൂടെ നടന്നു പോകുമ്പോ അടിമകളെ വിൽക്കുന്നത് കണ്ടിട്ട് മനസ്സ് പൊട്ടുന്ന പുന്നാര നബി അടിമച്ചന്തയിൽ ചെറിയൊരു പിഞ്ചു പൈതലിനെ കാണുകയാണ്, ഒരു ബാലനെ കാണുകയാണ്. അല്ലാഹുവിന്റെ റസൂല് സൂക്ഷിച്ചു നോക്കി. എന്തൊരു സഹതാപമുള്ള മുഖമാണ്, എന്തൊരു ബുദ്ധിയുള്ള മുഖലക്ഷണമാണ്. പൊന്നമോൻ എങ്ങനെ അടിമച്ചന്തയിൽ വന്നു? വലിയ തറവാട്ടുകാരന്റെ ലക്ഷണങ്ങളുണ്ടല്ലോ. നേരെ വിൽക്കുന്ന യജമാനന്റെ സമീപത്ത് ചെന്നിട്ട് ചോദിച്ചു, ഈ കുട്ടിക്ക് എത്രയാണ് വില? അവൻ പറഞ്ഞു, 300 ദിർഹം തന്നാൽ കുട്ടിയെ വിൽപ്പനക്ക് വെച്ചോ, വിൽപ്പനക്ക് തരാം. 300 ദിർഹം വേണം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജ ബീവിയുടെ സമീപത്ത് ചെല്ലുന്നു. ബീവി വലിയ സാമ്പത്തിക ഭദ്രതയുള്ള മതിയാണ്. അതുകൊണ്ട് തന്നെ ബീവിയോട് ചോദിക്കുന്നു, ബീവി, എന്റെ മനസ്സിൽ ഒരാഗ്രഹമുണ്ട്. മക്കയിലെ അടിമച്ചന്തയിൽ
ഒരു 6 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു പൊന്നുമോൻ അടിമയായി വിൽപ്പന ചരക്കായി വന്ന് കിടക്കുന്നുണ്ട്. ആ കുട്ടി നല്ല മോനാണ്, ബുദ്ധിശേഷിയുള്ളവനാണ്. 300 ദിർഹമാണ് കുട്ടിയുടെ വില. നമുക്ക് വാങ്ങിച്ച് കൊണ്ടുവന്നാലോ? ചോദിക്കുന്നത് സയ്യിദുനാ റസൂലുള്ളാഹ്. മറുപടി പറയുന്നു, ഭർത്താവിന്റെ ഇഷ്ടമാണ് എന്റെ ഇഷ്ടം, ഭർത്താവിന്റെ അനിഷ്ടമാണ് എന്റെ അനിഷ്ടം. ഭർത്താവ് ഇഷ്ടപ്പെടുന്നതിന് ഞാൻ അനിഷ്ടമാവില്ല, ഭർത്താവ് അനിഷ്ടമാകുന്നത് ഞാൻ എന്റെ ജീവിതത്തിൽ കൊണ്ടുവരില്ല. ആ ശൈലിയിൽ ഭർത്താവിനോട് അതിജയിച്ച് സ്നേഹിച്ച് ജീവിക്കുന്ന സയ്യിദത്തുനാ ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ. മഹദി അവറുകൾ ഒരാളെ വിളിച്ചു, എന്നിട്ട് വന്നു, എന്നിട്ട് പറഞ്ഞു, നീ ഈ മക്കയിലെ അടിമച്ചന്തയിൽ പോകണം. അവിടെ ഒരു ചെറിയ കുട്ടി വിൽപ്പനക്ക് വെച്ചിട്ടുണ്ട്. 300 ദിർഹമാണ് കുട്ടിയുടെ വില. ഈ 300 ദിർഹം കൊടുത്ത് കുട്ടിയെ മോചിപ്പിച്ച് ഹബീബ് സയ്യിദനാ റസൂലുള്ളാഹ് തങ്ങളാകുന്ന എന്റെ ഭർത്താവിന് കുട്ടി എത്തിച്ചു കൊടുക്കണം. ചരിത്രത്തിന്റെ മറ്റൊരു ഭാഗം നിങ്ങൾ ചിന്തിക്കൂ. സുഹൈദ ബീവി റളിയല്ലാഹു അൻഹയുടെ ഭർത്താവ് സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ് സയ്യിദുനാ ഹാരിസ് റളിയല്ലാഹു അൻഹു. എന്തപ്പോ കുറച്ച് ഉഷാറിൽ നമുക്ക് ചെല്ലാം. അതിന്റെ പോയിന്റുകളിലേക്ക് എത്തിയാൽ നാം അറിയാതെ തർലിയത്ത് നമുക്ക് ചെല്ലിപ്പോകും. ആ ഹാരിസ് റളിയല്ലാഹു അൻഹു പൊന്നുമോനെ കാണാതെ മനസ്സ് വ്യാകുലപ്പെട്ട് വിഷമിച്ചിട്ട് ഭ്രാന്തവസ്ഥയിലേക്ക് മാറിപ്പോയ സാഹചര്യം. തിന്നാൻ വേണ്ട, കുടിക്കാനും വേണ്ട, വീട്ടിലേക്ക് വരുന്നില്ല. ഇബ്നു കസീർ തന്റെ അൽ ബിദായത്ത് വന്നിഹായിൽ ഈ സന്ദർഭത്തിൽ ഹാരിസ് റളിയല്ലാഹു അൻഹു പാടിയ വിലാപ കാവ്യങ്ങൾ എടുത്തുദ്ധരിക്കുന്നത് കാണാൻ കഴിയും. വിഷമം കൊണ്ട് പാടിപ്പോയ പാട്ടുകൾ ഇബ്നു കസീർ തന്റെ അൽ ബിദായത്ത് വന്നിഹായിൽ എടുത്തുദ്ധരിക്കുന്നുണ്ട്. ഏതായാലും ഇരിക്കട്ടെ. ഹാരിസ് റളിയല്ലാഹു അൻഹുവിന്റെ അനുജൻ അങ്ങനെ കുടുംബങ്ങൾ ഒരു ദിവസം ഹജ്ജിന് വേണ്ടി മക്കയിലേക്ക് വരികയാണ്. ഹജ്ജ് കർമ്മത്തിന്റെ തിരക്കിൽ മക്കയിലതാ ഒരു സുന്ദരനായ ചെറുപ്പക്കാരനെ കയ്യും പിടിച്ച് നമ്മുടെ ഹാരിസിന്റെ മകൻ സയ്യിദ് നടന്നു കളിക്കുന്ന രംഗം കാണുകയാണ്. പിതാവിന് തുല്യമായ സ്നേഹപ്രകടനം നടത്തുന്ന ചെറുപ്പക്കാരിൽ പിതാവിനോട് സമീപിക്കുന്നതിനേക്കാൾ ഉപരിയായി പെരുമാറുന്ന കുട്ടി ഇത് രണ്ടും കണ്ടപ്പോൾ സന്തോഷത്തോടെ നാട്ടിലേക്ക് തിരിച്ചു ചെന്ന് ഹാരിസിനോട് പറയുന്നു, ഹാരിസേ, വ്യാകുലപ്പെടണ്ട, വിഷമിക്കണ്ട, നിന്റെ മകൻ മരിച്ചിട്ടില്ല. മക്കയിലെ കഅബാലയത്തിന്റെ സമീപത്ത് ഖുറൈശി തറവാട്ടിൽപ്പെട്ട പ്രമുഖനായ സുന്ദരനായ സുമുഖനായ ഒരു ചെറുപ്പക്കാരന്റെ കയ്യും പിടിച്ച് പുഞ്ചിരി തൂകി ചുള്ളിച്ചാടി കളിച്ചുകൊണ്ട് നിന്റെ സയ്യിദ് കുല്ലാടുന്നത് ഞങ്ങൾ കണ്ടതാ. അതുകൊണ്ട് ഹാരിസേ, നീ വിഷമിക്കണ്ട. ആ ചെറുപ്പക്കാരന്റെ കയ്യും പിടിച്ച് ഉല്ലസിക്കുന്ന രംഗം ഞങ്ങൾ കണ്ടതാ. വിഷമിക്കണ്ട, പ്രയാസപ്പെടണ്ട. ബഹുമാനപ്പെട്ട ഹാരിസ് റളിയല്ലാഹു അൻഹു ചിന്തിക്കുന്നു, സ്വന്തം അനുജൻ കഅബയെ വിളിക്കുന്നു, കഅബേ, നമുക്ക് മക്കയിൽ പോകണം. ഖുറൈശി തറവാട്ടിലെ പ്രമുഖനായ സുന്ദരനായ സുമുഖനായ എന്തുകൊണ്ടും 100% മാർക്ക് വാങ്ങിയ ആ ചെറുപ്പക്കാരനെ നമുക്കൊന്ന് കാണണം. എന്റെ പൊന്നുമോനെ ഒന്ന് മോചിപ്പിക്കണം. 1,00,000 കൊടുക്കാം. 3 ലക്ഷം കയ്യിൽ പിടിച്ചിട്ടാ പോകുന്നത് ഹബീബ് റസൂലുള്ളാഹ് തങ്ങളുടെ സമീപത്ത്. കഅബാലയത്തിന്റെ സമീപത്ത് ചെന്നിട്ട് അന്വേഷിച്ചു. ഖുറൈശി തറവാട്ടിൽപ്പെട്ട പ്രമുഖനായ ഒരു ചെറുപ്പക്കാരൻ ഈ നാട്ടിലുണ്ടല്ലോ, ആരാണത്? ആളുകൾക്ക് ഒരേ സ്വരത്തിൽ മറുപടി പറഞ്ഞു, മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. എവിടെയാണ് വീട്? അന്വേഷിക്കുകയാണ്. ഹാരിസും കഅബും രണ്ടുപേരും അന്വേഷണം നടത്തുകയാണ്. അതാ കാണുന്ന ഒരു ചെറിയ വീട്. നേരെ അടുത്ത് ചെന്ന് വീടിന്റെ കതകിൽ ചെന്ന് മുട്ടി. തുറക്കുന്നത് പുഞ്ചിരി തൂകുന്ന സുമുഖനായ ചെറുപ്പക്കാരൻ ഹബീബ് റസൂലുള്ളാഹ്. അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ചു, നിങ്ങളുടെ മുഖം കാണുമ്പോഴേ തന്നെ നിങ്ങൾ ഏതോ ഒരു വിദേശിയാണെന്ന് തോന്നുന്നുവല്ലോ, എവിടെന്നാ വരുന്നത്? സന്തോഷത്തോടുകൂടെ സ്വീകരിച്ചിരുത്തുന്നു. ഇരുത്തിയ ശേഷം ചോദിക്കുന്ന, എന്തിനാ നിങ്ങൾ വന്നത്?
മറുപടി പറയുന്നു. ഹാരിസ് റളിയല്ലാഹു അൻഹു എടുത്തുദ്ധരിക്കുന്നു, നിങ്ങൾ ഖുറൈശി തറവാട്ടിലെ പ്രമുഖരാണ്, നിങ്ങൾ സൽസ്വഭാവിയാണ്, നിങ്ങൾ 100% മാർക്ക് വാങ്ങിയവരാണ്. അൽ ഇൻസാറുൽ കാമിൽ എന്ന വിശേഷണത്തിന് അർഹരായ ഓ മുഹമ്മദ് നബിയേ, നിങ്ങളെ പരിചാരകനായി, നിങ്ങളെ സേവകനായി, നിങ്ങളെ വീട്ടിൽ അടിമയായി ജീവിക്കുന്ന പൊന്നുമകൻ സയ്യിദ്, അത് എന്റെ രക്തത്തിൽ പിറന്ന മകനാ, എന്റെ രക്തത്തിൽ പിറന്ന മോനാണ്. 3 ലക്ഷം പിടിച്ചോ, മകനെ മോചിപ്പിച്ചു തരുമോ? അല്ലാഹുവിന്റെ റസൂലിന്റെ ചോദ്യം, ഇതാണോ നിങ്ങളുടെ ആവശ്യം? ഇതാണോ നിങ്ങളുടെ വിഷയം? എന്നാൽ പഠിച്ചോ, നിങ്ങളുടെ മകനാണ് സയ്യിദി എങ്കിൽ 3 ലക്ഷം പോയിട്ട് 1 ദിർഹം പോലും എനിക്ക് വേണ്ട. മകനെ നിങ്ങളങ്ങ് കൂട്ടിക്കോ, ഒരു തടസ്സവുമില്ല. പക്ഷേ 2 നിബന്ധന. ഒന്നാമത്തെ നിബന്ധന, പൊന്നുമോനെ ഞാൻ വിളിക്കും, വിളിച്ചിട്ട് ചോദിക്കും ഇതാരാണ്. അപ്പൊ ആ മകന്റെ സുന്ദരമായ ചെറിയ നാവ് കൊണ്ട് മറുപടി കിട്ടണം, ഇതെന്റെ ബാപ്പയാണ് എന്ന്. രണ്ടാമതെന്റെ ചോദ്യം, മോനെ നീ ഖദീജ ഉമ്മയുടെയും എന്റെയും സമീപത്ത് നിൽക്കുന്നോ, അല്ലെങ്കിൽ മാസങ്ങൾക്ക് മുമ്പ് കാണാതെയായ നിന്റെ ബാപ്പയുടെയും ഉമ്മയുടെയും സമീപത്തേക്ക് പോകുന്നോ എന്നൊരു ചോദ്യം ഞാൻ ചോദിക്കും. ഇങ്ങോട്ട് ശ്രദ്ധിച്ചോളി. എന്റെ അടുത്ത് നിൽക്കുന്നോ അല്ലെ ബാപ്പയുടെയും ഉമ്മയുടെയും സമീപത്തേക്ക് പോകുന്നോ എന്നൊരു ചോദ്യം ചോദിക്കും. ആ സമയത്തെങ്ങാലും ഹബീബായ നബിയേ, ഞാൻ എന്റെ ബാപ്പയുടെയും അമ്മയുടെയും സമീപത്ത് പോകുന്നു എന്നൊരു വാക്ക് പറഞ്ഞാൽ 1 സെക്കൻഡ് പോലും മകൻ ഇവിടെ നിർത്തൂല. നേരെ തിരിച്ചാണ് പൊന്നുമോന്റെ മറുപടിയെങ്കിൽ, എനിക്കെന്റെ ബാപ്പ വേണ്ട, എനിക്കെന്റെ ഉമ്മ വേണ്ട, എനിക്ക് നിങ്ങളാണ് വേണ്ടതെന്നൊരു വാക്ക് പറഞ്ഞാൽ, എന്നെ ആഗ്രഹിച്ച് എന്റെ അടുക്കൽ നിൽക്കുന്നൊരു കുട്ടിയെ വിടാൻ എനിക്ക് നിവൃത്തിയില്ല. കഅബ് പറയാണ്, ഞാൻ ജനിച്ച ശേഷം ഇത്ര വലിയ മാന്യമായി പെരുമാറിയ ഒരു മനുഷ്യനെ ലോകത്തെ ഞാൻ കണ്ടിട്ടില്ല. 300 ദിർഹം കൊടുത്തിട്ട് അടിമച്ചന്തയിൽ നിന്ന് വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവന്ന പൊന്നുമകൾ എന്റേതാണെന്ന് മകൻ സമ്മതിച്ചാൽ വിട്ടുതരാമെന്നും, മകൻ ബാപ്പയോടുകൂടെ പോകുന്നോ എന്ന് ചോദിച്ച് പോകുന്നു എന്ന് പറയുന്നുവെങ്കിൽ 1 സെക്കൻഡ് പോലും പിടിച്ചു നിർത്താതെ സ്വന്തം പിതാവിന്റെ കൂടെ പറഞ്ഞേക്കാൾ സന്നദ്ധത പ്രകടിപ്പിക്കുന്ന ഇത്ര വലിയ കുലീനതയുള്ള പുത്രിയായ ഒരു ശക്തിയെ ലോകത്ത് ഞാൻ കണ്ടിട്ടില്ല. പൊന്നുമോനെ വിളിക്കുന്നു, അകത്ത് വരുന്നു. സയ്യിദേ, വിളിക്കുന്നത് അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹ്. ഇടയ്ക്ക് ഞാൻ സൂചിപ്പിക്കുന്നു, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർക്കും മറ്റും കവറുകൾ ഇവിടെ വിതരണം ചെയ്യുന്നുണ്ട്. നാളെ സയ്യിദ് അവറുകൾ വരുന്നുണ്ട്. മറ്റന്നാള് നൗഷാദ് അഹ്സനിയുടെ നല്ല ക്ലിപ്പിംഗ് സഹിതമുള്ള പ്രഭാഷണം നാളെ നടക്കുന്നുണ്ട്. കവറ് മാത്രം തിരിച്ചു കൊടുക്കാതെ നല്ല ഘനമുള്ള സംഖ്യകൾ ഇട്ട് ഏൽപ്പിച്ചു കൊടുക്കണമെന്ന് പ്രത്യേകമായി അറിയിക്കുകയാണ്. നിർദ്ദേശിച്ച വിഷയം ഉണർത്തുന്നു. നിങ്ങളൊക്കെ സഹകരിക്കുന്നവരാണ്, സഹകരിക്കും. അല്ലാഹു തആല എല്ലാവർക്കും ഖൈറിനുള്ള തൗഫീക്ക് വർദ്ധിപ്പിക്കുമാറാവട്ടെ. എവിടെ ഈ ഒരു ദുആ കേൾക്കുമ്പോൾ ആമീൻ അത്ര ഒച്ച കേൾക്കലില്ല, ഇവിടെ മാത്രമേ നല്ല ഒച്ച കേട്ട്. കാരണം പൈസ ചെലവാകുന്ന വിഷയത്തിൽ അല്ലാഹ് തൗഫീക്ക് കേട്ടെന്ന് പറഞ്ഞാൽ ഒരെന്ന മട്ടത്തിലുള്ള ആമീൻ അപ്പൊ കേൾക്കല്. ഇവിടെ അൽഹംദുലില്ലാ നല്ല ഉഷാറിൽ തന്നെ കേട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ സഹകരിക്കാനും അല്ലാഹു തൗഫീക്ക് തരുമാറാവട്ടെ. കണ്ണൂരിലേക്ക് പോകുന്ന ബസ് കയറി, കണ്ണൂർ പോകുന്ന ബസ് കയറി, കണവക്കൽ ചെന്നിട്ട് ബസ് കയറി, ലാസ്റ്റ് സീറ്റിലിരുന്ന് ക്ലീനറുടെ തൊട്ടിപ്പുറത്തായിരുന്ന്. വണ്ടി റബ്രൈസ്ഡ് റോഡായതുകൊണ്ട് നല്ല സ്പീഡിൽ പോവുകയും ചെയ്യുന്നുണ്ട്. വയനാട്ടിൽ നിന്ന് വരുന്ന വണ്ടി ആയതുകൊണ്ട് ലിമിറ്റഡ് സ്റ്റോപ്പ് ആയിരുന്നു. ഇച്ചങ്ങാതി കയറിയിരുന്ന് ഒരു യാസീൻ ഓതി അള്ളാഹുവിനോട് കരഞ്ഞുകൊണ്ടൊരു ദുആ, അള്ളാഹുവേ എന്നെ ഇരുട്ടിയിലെത്തിക്കണേ, അള്ളാഹുവേ എന്നെ ഇരുട്ടിയിലെത്തിക്കണേ അല്ലാ. ആ ദുആ അല്ലാഹ് സ്വീകരിക്കുമോ? സ്വീകരിക്കൂല. മറിച്ച്
കണ്ണൂരിലേക്ക് പോകേണ്ട മനുഷ്യന് കണ്ണൂര് ബസ് കയറിയിട്ട് സീറ്റുമ്മേൽ ഇരിക്കട്ടെ ഇരിക്കാതിരിക്കട്ടെ, യാസീൻ ഓതട്ടെ ഓതാതിരിക്കട്ടെ, അപകടമൊന്നും കൂടാതെ സന്തോഷത്തോടുകൂടെ കണ്ണൂർ എത്തിക്കണമെന്ന് വരുന്നാൽ അള്ളാഹു എത്തിച്ചെടുക്കും. ഇതുപോലെ ആമീൻ മാത്രം പോരാ, പൈസ കൊടുക്കണ്ടെന്ന് മനസ്സ് ചിന്തിക്കുകയും ചെയ്യും. ആമീൻ നല്ല സ്ട്രോങ് ആക്കിയാല് അത് നടക്കൂല. അപ്പൊ ആമീന്റെ സ്ട്രോങ് പോലെ തന്നെ സാമ്പത്തികം ചെലവഴിക്കുന്ന വിഷയത്തിലും വേണം. നിങ്ങളൊക്കെ ചെലവഴിക്കും, അള്ളാഹു തആല തൗഫീക്ക് തരുമാറാവട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, പൊന്നുമോനെ വിളിക്കുന്നു സയ്യിദേ, വിളിക്കുന്നത് ആ ശ്രവണ സുന്ദരമായ ശബ്ദത്തിൽ ഹബീബ് റസൂലുള്ളാഹി തങ്ങളെ വിളിക്കുമ്പോ അതുപോലെ വളരെ സുസ്മേധവരനായി വളരെ പുഞ്ചിരിച്ചുകൊണ്ട് പൊന്നുമോന് നടന്നു വരുന്നു. റസൂലുള്ളാഹിന്റെ സമീപത്ത് വന്ന് അവിടത്തെ മുൻപിൽ കുട്ടി നിൽക്കുകയാണ്. തൊട്ടപ്പുറത്ത് ബാപ്പയുണ്ട്, അതിന്റെ പുറത്ത് ബാപ്പയുടെ അനുജനുണ്ട്. സ്വന്തം ഉപ്പയും ഉപ്പയുടെ അനുജനും നിൽക്കുന്ന വേദിയിൽ ഹബീബ് റസൂലുള്ളാഹി പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന രംഗം. പൊന്നുമോന് നേരത്തെ വന്ന് അസ്സലാമു അലൈക്കും റസൂലുള്ളാഹിനോട് സലാം പറഞ്ഞു. ആ ശരീരത്തിൽ കിടക്കുന്ന മുഖം ഒന്ന് ചെറുങ്ങനെ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോഴേ കാണുന്നത് സ്വന്തം ബാപ്പയാണ്, ബാപ്പന്റെ അനുജനാണ്. ഇത് രണ്ടും അങ്ങട്ട് കാണുമ്പോ പൊന്നുമോന് കരയുകയാണ്. അല്ലാ, വല്ലാത്ത കരച്ചിലാണ്, നിയന്ത്രണം വിട്ട് കരയുന്നു. അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്നു, സയ്യിദേ, അടുത്ത് വെച്ചിട്ട് കൈ തലയിൽ വെച്ച് കൊടുത്ത് കണ്ണിൽ നിന്നൊഴുകുന്ന കണ്ണുനീർ അവിടുത്തെ കൈകൊണ്ട് തുടച്ചു മാറ്റിയിട്ട് ചോദ്യം, ഓ സയ്യിദ്, എന്തിനാണ് മോനെ നീ കരയുന്നത്? എന്താ മോനെ നിന്റെ വിഷമം? ഉടനെ തന്നെ പറയുന്നു, ഓ നബിയേ, ഞാൻ കരയുന്നത് എന്തിനാണ്? എന്റെ ബാപ്പയെയും ബാപ്പന്റെ അനുജരെയും കാണുമ്പോ എന്റെ മനസ്സിൽ തോന്നുന്നൊരു ചിന്ത, അവർ രണ്ടുപേരും എന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതാണെന്ന ചിന്തയിലാണ്. ഓ നബിയേ, എന്നെ അവരുടെ കൂടെ വിടരുത്, എന്നെ എന്റെ ബാപ്പന്റെ കൂടെ വിടരുത്, എന്റെ ഉമ്മയുടെ കൂടെ വിടരുത്. അന്ത ഉമ്മുൻ അം അബു മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി. എന്റെ ബാപ്പക്ക് അവിടുന്ന് തരുന്ന സ്നേഹം എന്റെ ജീവിതത്തിൽ തരാൻ കഴിഞ്ഞിട്ടില്ല, എന്റെ ഉമ്മക്ക് അവിടുന്ന് തരുന്ന സ്നേഹം ജീവിതത്തിൽ തരാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ സുരക്ഷിതനാണ്, എന്നെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞേക്കരുത് നബിയേ. കുട്ടി ആവശ്യപ്പെടുന്നതിന്റെ മുമ്പ് കരഞ്ഞുകൊണ്ട് പറഞ്ഞ സംഭവം മഹാന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ എടുത്തുദ്ധരിക്കുന്നു. ഫിദാക അബീ വ ഉമ്മി യാ റസൂലല്ലാഹ്. ഒരു സലാത്ത് മദീനത്തേക്ക് ചൊല്ലിയ സ്വലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. അവിടുന്ന് നമ്മുടെ അവലംബമാണ്, അവിടുന്ന് നമ്മുടെ ആശ്രയ കേന്ദ്രമാണ്. എന്റെ ഉപ്പക്ക് അല്ലാഹുവിന്റെ ഹബീബ് സ്നേഹിക്കുന്നത് പോലെ ഒരു സ്നേഹം തരാൻ കഴിഞ്ഞിട്ടില്ല. എന്റെ ഉമ്മയ്ക്ക് അള്ളാഹിന്റെ ഹബീബ് എന്നോട് സ്നേഹിക്കുന്നത് പോലെ ഒരു സ്നേഹം തരാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ആ ഹബീബിന്റെ ജീവിതത്തിൽ നിന്നുള്ള സുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. ഏറ്റവും ചുരുങ്ങിയത് ഒരു സുന്നത്തെങ്കിലും നമ്മൾ ഇവിടുന്ന് തീരുമാനിച്ചിട്ട് പോകണം. അള്ളാഹു തൗഫീഖ് തരുമാറാവട്ടെ. ഏതാ ഒരു സുന്നത്ത്? സമയം നീണ്ടുപോയോ? ഒരു സുന്നത്ത്, ഒറ്റ സുന്നത്ത്, ആണിനും പെണ്ണിനും ചെയ്യാൻ പറ്റുന്നു. ഇങ്ങനെ പറയും പുരുഷന്മാർ വിചാരിക്കും ഞങ്ങൾ താടി വെക്കാൻ വേണ്ടിയിട്ട് പറയായിരിക്കും, അപ്പൊ പിന്നെ സ്ത്രീകൾക്ക് കിട്ടൂല. ഇപ്പൊ രണ്ടുപേർക്കും കിട്ടുന്ന ഒരു സുന്നത്ത്. സുന്നത്ത് നിസ്കാരം നല്ല തന്നെയാണ്. ഞാൻ പറയുന്നത്, നിങ്ങളെ ജീവിതത്തിൽ കുപ്പായിടാത്ത ആരും ഈ കൂട്ടത്തിലില്ലാലോ? ഇല്ല. കുപ്പായിടാത്ത ഒരു കുട്ടിയുമില്ല. ചെരുപ്പിടാത്തവരുണ്ട് ഈ കൂട്ടത്തിൽ ആരെങ്കിലും? ചെരുപ്പിടാത്തവരില്ല. എന്നാൽ ഹബീബ് സയ്യിദന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ചെരുപ്പിടുന്ന സമയത്ത് ആദ്യം വലത്തെ കാലിട്ടിരുന്നു, പിന്നെയാണ് ഇടത്തെ കാലിട്ടത്. ചെരുപ്പ് അഴിക്കുമ്പോ ആദ്യം ഇടത്തെ കാൽ അഴിച്ചിരുന്നു, പിന്നെയാണ് വലത്തെ കാൽ അഴിച്ചത്. ഇത് റസൂലുള്ളാഹിന്റെ ഒരു സുന്നത്താണ്. മരണം വരെ നമ്മൾ നിലനിർത്തണം. അതുകൊണ്ട് എല്ലാവരും ചെരുപ്പഴിക്ക്, ആദ്യം അടുത്തതയ്ക്ക്. ഇപ്പം തന്നെ വേറെ ഇതെന്താ, ഇപ്പൊ വയല് പറഞ്ഞിട്ട് പുറേ പോയിട്ടല്ലാതെ നന്നാണ്ട്, ഇവിടെ തന്നെ നന്നാണ്ട്. അയക്കെല്ലാവരും ചെരുപ്പയ്ക്ക് അയച്ചു. സ്ത്രീകൾക്കും അയക്കാം,
ഞാൻ കുപ്പായം പറഞ്ഞിട്ട് ക്യാൻസൽ ചെയ്തത് സ്ത്രീകളോട് കുപ്പായം കഴിക്കാൻ പറഞ്ഞാൽ ബുദ്ധിമുട്ടാണല്ലോ, അതുകൊണ്ടാണ് ചെരുപ്പും വില കടന്നത്. ഇനി വലത്തെ കാല് ആദ്യം കെട്ടി ചാട്ടി ബിസ്മില്ല, ബിസ്മി കൂട്ടണമെന്നില്ല. അത് ബഹുമാനപ്പെട്ട ഹസ്നുൽ മത്താലി പോലത്തെ കിതാബിൽ കാണാം. അടിച്ചു വാരുമ്പം ബിസ്മി കൂട്ടണ്ട, ഇഹാനത്തുള്ള വിഷയങ്ങൾക്കൊന്നും ബിസ്മി കൂട്ടേണ്ടതില്ല. അതുപോലെ തന്നെ ചെരുപ്പിടുമ്പം ബിസ്മി കൂട്ടേണ്ടതില്ല, മറിച്ച് വസ്ത്രം ഇടുമ്പം ബിസ്മി എല്ലാം എന്ന് കിതാബുകളിൽ കാണാം. ഏതായാലും ഇരിക്കട്ടെ, വലത്തെ കാലുകൊണ്ടിട്ട് പിന്നെ ഇടത്തെ കാലുണ്ട്. ഇതിലുള്ള ഗുണം എന്താണെന്നറിയാം നിങ്ങൾ? വലത്തെ കാൽ ആദ്യം ഇട്ട് പിന്നെ ഇടത്തെ കാലിട്ടാല് ആ ചെരുപ്പ് അയക്കുന്നത് വരെ നിങ്ങൾക്ക് പ്രതിഫലം കിട്ടും, സുന്നത്തിന്റെ കൂലി കിട്ടും. ഇനി ചെരുപ്പ് ആദ്യം ഇടത്തേത് അയച്ചു, എന്നിട്ട് പിന്നെ രണ്ടാമത് വലത്തേത് അയച്ചു. അങ്ങനെ ആകുമ്പോൾ ഇനി അടുത്ത ചെരുപ്പ് ഇടുന്നത് വരെ നിങ്ങൾക്ക് പ്രതിഫലം. അപ്പൊ 24 മണിക്കൂർ നിങ്ങൾക്ക് കൂലി. ഒന്നുണ്ടെങ്കിൽ ചെരുപ്പ് ഇട്ടിട്ടുള്ള കൂലി, അല്ല ചെരുപ്പ് ഒഴിവാക്കിയിട്ടുള്ള കൂലി. അള്ളാഹു ഇത് ചെയ്യാൻ നമുക്കൊക്കെ തൗഫീഖ് തരട്ടെ. പിന്നെ ഒരു 250 ഉറുപ്പിക നിങ്ങൾ എല്ലാവരും തരണം. എനിക്കല്ല, ഇങ്ങക്കന്നെ ഒരു 250 ഉറുപ്പിക. അള്ളാഹിന്റെ ഹബീബ് സയ്യിദന മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുത്തെ സറഫാക്കപ്പെട്ട കയ്യിലെ ഒന്നുകിൽ വലത്തെ കയ്യിന്റെ ചെറുവിരലുമ്മൽ അല്ല ഇടത്തെ കയ്യിന്റെ ചെറുവിരലുമ്മൽ ഒരു വെള്ളീന്റെ മോതിരം റസൂൽ ഇട്ടിന്. അത് നമുക്കൊക്കെ അറിഞ്ഞൂടെ? ഇത് ഇടാന് ചിലർക്ക് കഴിയലില്ല. ചില ആളുകൾക്ക് അത് ഇടണമെന്ന് തോന്നുമ്പോൾ ഇബിലീസ് മാറ്റി കൊടുത്തിട്ട് എന്നാ ഇനി അത് ഇടണ്ട, തമ്പാക്ക് ഇട്ടോന്നറിയോ, കുറച്ച് സ്വർണ്ണമൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ആ കളർ മാറ്റിയിട്ട് ചെമ്പിന്റെ കളർ ഇട്ടോ എന്നാ കൂലി കിട്ടൂലോ. ഇബിലീസിന് കൂലി കിട്ടാതിരിക്കാനുള്ള എന്തെല്ലാം ഐഡിയകളാ ചിന്തിക്കുക. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരും ചെറുപ്പക്കാരും, നമുക്കൊരു ഐഡന്റിറ്റി വേണ്ടേ? നമ്മളെ ഒരു പ്രത്യേക സംസ്കാരമുള്ള ആളുകളല്ലേ, നമുക്കൊരു ഐഡന്റിറ്റി കിടക്കട്ടെ. റസൂലുള്ളാഹിന്റെ ഒരു സുന്നത്തിന് വേണ്ടിയിട്ട് നിലനിർത്താൻ ഒരു 250 ഉറുപ്പിക നിങ്ങൾ തട്ടാനിക്ക് കൊടുത്തിട്ട് നിങ്ങൾ തന്നെ വാങ്ങിയിട്ട് ഇട്ടോളി, എനിക്ക് വരണമെന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ അത് നമ്മൾ ചെയ്യണം. അള്ളാഹു തആല തൗഫീഖ് തരുമാറാവട്ടെ. മനസ്സിലായോ? ഈ ആമീന് പോരാലോ? ഉൾക്കൊള്ളൂലേ? ഇൻഷാ അല്ലാഹ് ഇത് നമുക്ക് കഴിയണം. നിങ്ങൾ ഇത് ഇങ്ങോട്ട് ചെയ്ത് എന്നിട്ട് അള്ളാഹിന്റെ തൗഫീഖോട് കൂടെ നാളെ ആഖിറത്തിലെത്തിയിട്ട്, നമ്മുടെ ഉസ്താദ് തുടങ്ങി തന്ന വേലല്ലേ, അപ്പൊ ആ ആഖിറത്തിലെത്തിയിട്ട് ഈ ഒരു സുന്നത്തെടുത്തതിന്റെ പേരിൽ പ്രതിഫലം കിട്ടുമ്പോൾ നമുക്കൊക്കെ ഒന്നിച്ച് ആസ്വദിക്കാൻ കഴിയണം. അള്ളാഹു തആല തൗഫീഖ് തരുമാറാവട്ടെ. അതിന്റെ ഇടയ്ക്ക് ഞാൻ ഒന്ന് പറയട്ടോ, ചില ആളുകള് ഇടേണ്ടത് ചെറുവിരലുമ്മല അല്ലെങ്കിൽ 2 കൈയിന്റെ ചെറുവിരലുമ്മല, ചിലര് അത് മാറ്റിയിട്ട് മോതിര വിരൽ എന്ന് പറഞ്ഞിട്ട് വേറൊരു വിരലിന് ഇങ്ങോട്ട് ഉണ്ടാക്കും. എന്നിട്ട് ആ സുന്നത്തും എല്ലാം ഇങ്ങോട്ട് ഒഴിവായിക്കളയും. അതിന് വിട്ടുകൊടുക്കരുത്. നമ്മളെ കൈക്ക് ഹബീബ് സയ്യിദന റസൂലുള്ളാഹി പഠിപ്പിച്ചെന്നത് ഇമാം നബവി റളിയല്ലാഹു അൻഹു അവിടുത്തെ ശറഹ് മുസ്ലിമിൽ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി വലത്തെ കൈയിലുള്ള മോതിരം ഒന്ന് ചെറുങ്ങനെ അയക്കും, എന്നിട്ട് ചിലപ്പോൾ ഒന്ന് ഇടത്തെ കൈക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കും, ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റും. പക്ഷെ 2 ചെറുവിരലുമല്ലാതെ അവിടുന്ന് ഇടാറില്ല. ഈ ഒരു ശൈലിയാണ് റസൂലുള്ളാഹിന്റെ ശൈലി. അത് നമ്മൾ സ്വീകരിക്കണം. ഇനി ചില ആളുകൾക്ക് തോന്നുന്നു എനിക്ക് അതിന് പറ്റിയ കല്ല് കിട്ടുന്നില്ല. കല്ല് കിട്ടട്ടെ, കിട്ടാതിരിക്കട്ടെ, വെള്ളി ധരിക്കലാണ് സുന്നത്ത്, അത് ധരിക്കണം. കല്ലുണ്ടായാലും നല്ലതാണ്, ഇല്ലാതിരിക്കലും നല്ല തന്നെയാണ്. അങ്ങനെ കുറച്ച് എന്തെങ്കിലും ഒരു സുന്നത്ത് നമ്മുടെ ജീവിതത്തിൽ തുടങ്ങണം. അള്ളാഹു തആല തൗഫീഖ് തരുമാറാവട്ടെ. അള്ളാഹു നെറ്റീമല് രോമം തന്നിനോ? നെറ്റീമല് രോമം തന്നിനോ? ഇല്ല. ഉള്ളം കയ്യിൽ അല്ല രോമം തന്നിനോ? ഉള്ളം കയ്യിൽ. അസ്സലാമു അലൈക്കും തന്നെ ഒരാളെ മുസാഫത്ത് ചെയ്യുമ്പോൾ നിറയെ മുടിയാണെങ്കിൽ എന്തിനാ അതിന്റെ രംഗം നീന്തിച്ചോക്കി നിങ്ങള്? നിറയെ മുടിയാണ് ഉള്ള കയ്യില്. ഒരാളെ മുസാഫത്ത് അസ്സലാമു അലൈക്കും തന്നെ മുസാഫത്ത് ചെയ്യുമ്പോ എന്തൊരു വൃത്തികേടാണ്. ചില ആളുകൾ കാണുന്നില്ലേ, വലത്തെ കൈ കൊണ്ട് മൂക്കി ചെയ്തിട്ട് അക്കൈ കൊണ്ട് തന്നെ മുസാഫത്ത് ചെയ്യുന്നവര്. സുബ്ഹാനല്ലാഹ്, എന്തൊരു മുസീബത്താണ്. ഇന്നലെ ഞാനൊരു മൗലിദിന്റെ സദസ്സിലിരുന്നു. മൗലിദിന്റെ മുത്താലിങ്ങൾ എല്ലാവരും മൗലിദൊക്കെ കഴിഞ്ഞ് നമ്മളിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. ഇരിക്കുമ്പോ ഞാനും മുത്താലിങ്ങൾ രണ്ടാളെല്ലാവരും വലത്തെ കൈ കൊണ്ട് ഇങ്ങനെ കഴിയുന്നു, 2 കൈയും കഴുകിന്. അതിലൊരു മനുഷ്യൻ കൈ കഴിയില്ല. ആ കൈ കഴുകാണ്ട് എന്റെ തൊട്ടപ്പുറത്ത് മൂപ്പരിരുന്നു. മൂപ്പര് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം എന്നെ ഭയങ്കര ഒരു സൽക്കാരം, ഇടത്തെ കൈ കൊണ്ട് ഒരു ബത്തക്കാന്റെ കഷ്ണം എടുത്തിട്ട് എന്റെ പ്ലേറ്റിൽ ഇട്ടെന്ന്. സുബ്ഹാനല്ലാഹ്, ഇങ്ങള് ചിന്തിച്ചോക്കി, എന്ത് വലിയ വൃത്തിയായിട്ടത്. ഓനോട് സൽക്കരിക്കാൻ വേണ്ടിയിട്ട് ആ കുടുംബക്കാർ പറഞ്ഞിട്ടില്ല. മറ്റൊന്ന് സൽക്കരിക്കുകയാണെങ്കിൽ ഈ ഇടത്തെ കൈ കഴുകാത്ത കൈയെ ഈ ഇടത്തെ കൈ കൊണ്ട് ഒരാൾക്ക് കൊടുത്തിട്ടാണോ സ്വീകരിക്കേണ്ടത്? അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിൽ ഒരു വട്ടവും ഒരു വിഷയവും ഒരു കാര്യം കൊടുക്കാൻ ഇടത്തെ കൈ ഉപയോഗിച്ചിട്ടില്ല, ഒരു കാര്യം വാങ്ങാൻ ഇടത്തെ കൈ ഉപയോഗിച്ചിട്ടില്ല. ഇടത്തെ കൈ പുറത്തു പോകേണ്ട സർവ്വത്തിനും ഇടത്തെ കൈ, വലതിന് പിന്നെ ഉള്ളിലേക്ക് വരേണ്ടതിനൊക്കെ വലത്തതും. ഭക്ഷണം കഴിക്കുമ്പോ വലത്തത്, വെള്ളം കുടിക്കുമ്പോ വലത്തേത്, പുറത്തേക്ക് മൂക്കിയതല് ഇടത്തെ കൈ കൊണ്ട്, തുപ്പല് ഇടതു ഭാഗത്തേക്ക്, മൂത്രയിക്കുമ്പോ ചെരിഞ്ഞിരിക്കേണ്ടത് ഇടതു ഭാഗത്തേക്ക്, ഇങ്ങനെ തുടങ്ങിയിട്ട് പുറത്തേക്ക് പോകേണ്ട സാരഥത്തിന് മുഴുവനും ഇടത്, വലത്തേക്ക് പിന്നെ ഉള്ളിലേക്ക് വരേണ്ടതിന് മുഴുവനും വലത്. ഈ ഒരു ശൈലി ഒരു നല്ലൊരു സംസ്കാരമാണ്. അങ്ങനെ തുടങ്ങിയിട്ട് നമ്മൾ പാലിക്കണം. അപ്പൊ ഈ ഉള്ളം കയ്യിൽ രോമം ഉണ്ടെങ്കിൽ വലിയ കഷ്ടമാണ്. നെറ്റിമേൽ ഒരാൾക്ക് രോമം ഉണ്ട് നോട്ടിക്കോ, എന്നാലും കഷ്ടമാണ്. അള്ളാഹു തആല ഒരു താടി തന്നില്ലേ?
താടി ഫുള്ള് നിങ്ങൾ വെക്കണമെന്നില്ല, ഞാൻ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് പറഞ്ഞുതരാം. ഫുള്ള് വെക്കണമെന്നില്ല. ബഹുമാനപ്പെട്ട സയ്യിദ് പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, അള്ളാഹു അവിടുത്തെ ആഖിറ സന്തോഷമായി കൊടുക്കുമാറാവട്ടെ, അദ്ദേഹത്തിന്റെ താടി കണ്ടിട്ടില്ല നിങ്ങൾ? ഈ 2 താടി എല്ല് കൂടുന്നിടത്തിൽ ചെറുങ്ങനെ ഒരു താടി ഉണ്ടാവും. അങ്ങനെയുള്ള ഒരു താടിയെങ്കിലും നമ്മൾ വെച്ചിട്ടൊന്ന് തുടങ്ങുക. അപ്പൊ ചിലർ പറയും ചൊറിയുന്നു, ഓന്റെ തല ഓന് 10,000 വട്ടം ചൊറിയലുണ്ട്, എന്റെ മൊട്ടടിക്കലില്ല. തല 10,000 വട്ടം ചൊറിഞ്ഞിട്ട് ഓൻ മൊട്ടടിക്കലില്ല. താടി വെക്കുമ്പോഴേക്കും എനിക്ക് ഭയങ്കര ചൊറിച്ചിലാണ്. സുബ്ഹാനല്ലാഹ്, ഇത് നമ്മളൊരു ഐഡന്റിറ്റി അല്ലേ, ഒരു സംസ്കാരമല്ലേ, നമ്മളത് ചെയ്യണ്ടേ? അതുപോലെ തന്നെ കിബറന്മാരുടെ ശൈലി നമ്മൾ സ്വീകരിക്കാൻ പറ്റുമോ? ഹബീബ് സയ്യിദന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചെന്നു, മോനെ നിനക്കെങ്ങനെ കിബറുണ്ടാകുക? അടുത്ത സെക്കൻഡിൽ നീ എന്താകും എന്നുള്ളത് നിനക്കറിയോ? അടുത്ത സെക്കൻഡിൽ നീ എന്താകും എന്നുള്ളത് അറിയോ? മയ്യത്തായിക്കൂടെ നിനക്ക്? എന്നിട്ട് കിബറന്മാരുടെ ലക്ഷണല്ലേ ഞെരിയാണിക്ക് താഴെ തുണി ഇറക്കിയിട്ട് ഇങ്ങനെ നടക്കുക, ഞെരിയാണിക്ക് താഴെ തുണി ഇറക്കുക. ഞാൻ പണ്ട് മർക്കസിൽ പഠിക്കുന്ന സമയത്ത് വാഴക്കാടിന്റെ അടുത്ത് വാഴയൂർ എന്നൊരു സ്ഥലത്ത് വയലിന് പോയപ്പോ അന്ന് അവിടുത്തെ ഒരു പ്രസിഡന്റ്, അള്ളാഹു അദ്ദേഹത്തിന് സന്തോഷം കൊടുക്കട്ടെ, മരിച്ചനോ ജീവിച്ചിരിപ്പുണ്ടോ എന്നൊന്നും എനിക്ക് പറയില്ല, മൂപ്പര് എന്നോട് പറഞ്ഞു, ഉസ്താദെ ഇവിടുത്തെ പെണ്ണുങ്ങളെ പറ്റി നല്ല വയൽ പറയണം, ഒരൊറ്റൊന്ന് തലയിലിടലില്ല, പർദ്ദയും ധരിക്കില്ല, നല്ലോണം പറഞ്ഞു നിങ്ങൾ, ഒന്നും പേടിക്കണ്ടെന്നാണ്. സുബ്ഹാനല്ലാഹ്, ഞാൻ മൂപ്പരെ നോക്കി നോക്കുമ്പോ മൂപ്പരെ ട്രൗസർ ഓവർടേക്ക് ചെയ്തിന് തുണീനെ കാണും മടക്കുത്തിയിട്ട്, മൂപ്പരെ ട്രൗസർ തുണീനെ കാണും ഓവർടേക്ക് ചെയ്തിന്. എന്നിട്ട് ഈ മൂപ്പര പറയുന്ന പെണ്ണുങ്ങളെ പറ്റി നല്ല വയൽ പറയണമെന്ന്. അദ്ദേഹം അള്ളാഹു തആല അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുമാറാവട്ടെ. എന്റെ ഹബീബെ, കാലിലെ നമ്മള് സത്യത്തിൽ മറക്കേണ്ടത് മുട്ടുപൊക്കലിന്റെ ഇടയില. പക്ഷെ ഇപ്പൊ ചെറുപ്പക്കാരതല്ലോ പേന്റ് പരമാവധി താണ് പോയി ഞെരിയാണിക്ക് തായം താണ്, എന്റെ കുപ്പായം പിടിച്ചിങ്ങോട്ട് താത്തണേ. എന്നിട്ടോ അഥവാ ഒരു പള്ളിയിൽ വന്നിട്ടൊരു സുന്നത്ത് നിസ്കരിക്കാനോ അല്ലെങ്കിൽ നിസ്കാരത്തിന് വന്നു കഴിഞ്ഞാൽ സുജൂ ചെയ്യുന്ന സമയത്ത് ഹൈദരാബാദും ഫൈസാബാദൊക്കെ ഒക്കെ കണ്ടുപോവുകയാണ്. എന്തൊരു മുസീബത്തായത്! നിങ്ങൾ ചിന്തിച്ചു നോക്കണം. മുട്ടുപൊക്കളിന്റെ ഇടയിലല്ലേ മറക്കേണ്ടത്? അവിടെ തന്നെ തൊഷ്ഫയിൽ കാണാം, മുട്ടും മറക്കണം, പൊക്കളും മറക്കണം. അത് സൂക്ഷ്മതയ്ക്ക് വേണ്ടിയിട്ടാണ്, അവർക്ക് വെളിവാകാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതിങ്ങനെ താത്തി ഞെരിയാണിക്ക് താഴെ ഇറക്കുക. നരകത്തിൽ കടക്കുന്നാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. വയല് വെറുതെയല്ല, നന്നാകാനാണ്. വയല് വെറുതെയല്ല, ആസ്വദിക്കാനല്ല, നന്നാകാനാണ്. ആര് നന്നാകാൻ? പറയുന്ന ഞാൻ നന്നാകാൻ. പിന്നാരെ നന്നാകാൻ? കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും നന്നാകാൻ. അള്ളാഹു നമ്മളൊക്കെ നന്നാക്കി തരട്ടെ. ജീവിതത്തിൽ പകർത്തിക്കോളൂ, ഇല്ലെങ്കിൽ കൈകടിക്കേണ്ട രംഗം വരും. അന്ന് ആരുണ്ടാവൂല, അന്നൊരു കുട്ടി ഉണ്ടാവൂല. ആദ്യമായി നമുക്ക് സമാധാനത്തിന് വരുന്ന നേതാവ് ഹബീബ് റസൂലുള്ളാഹ്. തലേന്ന് രാത്രി നമ്മളുടെ അതേ ബെഡിൽ വലതു ഭാഗത്തോ ഇടതു ഭാഗത്തോ സുന്ദരമായി സന്തോഷത്തോടുകൂടെ കിടന്നുറങ്ങിയ നമ്മുടെ ഭാര്യ ഖബറിൽ വരൂല. നമ്മൾ ഒന്ന് പെട്ടെന്നൊരു പ്രത്യേക ശബ്ദം ഉണ്ടാക്കുമ്പോ, അല്ലോ എന്റെ മോനിക്ക് എന്താ സംഭവിച്ചത് എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ബെഡ്റൂമിൽ നിന്ന് ഓടി വന്നിട്ട് നമ്മൾ പരിരക്ഷിക്കുന്ന നമ്മുടെ ഉമ്മ വരൂല. വരുന്ന നേതാവ് ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹ്. ആദ്യമായിട്ട് വരുന്നത് അവിടെ നിന്നാണ്. ഇന്ന് രാത്രി എന്റെ മകൻ എന്റെ കൂടെയാ കിടന്നുറങ്ങുന്നത്. എന്റെ മകൻ ഇന്ന് രാത്രി എന്റെ കൂടെയാ കിടന്നുറങ്ങുന്നത്. ഒരു കുഴപ്പമില്ല. നാളെ രാവിലെ ഞാൻ മരണപ്പെട്ടിട്ട് എന്നെ കുളിപ്പിച്ച കുളിമുറിയിലേക്ക് എന്റെ പൊന്നുമോനെ ഒറ്റക്ക് മൂത്രമൊഴിക്കാൻ എന്റെ കുടുംബക്കാര് വിടുന്നില്ല, പേടിച്ചു പോകുന്നാ പറയുന്നത്. ചിന്തിക്കണത്, ഇന്ന് എന്റെ കൂടെ പൊന്നുമോന് കിടന്നുറങ്ങാം, കുഴപ്പമില്ല. നാട്ടുകാർക്ക് സന്തോഷം, കുടുംബങ്ങൾക്ക് സന്തോഷം, സർവാളുകൾക്ക് സന്തോഷം. നാളെ രാവിലേക്ക് ഞാൻ മയ്യത്തായ എന്റെ ശരീരത്തെ കുളിപ്പിച്ച കുളിമുറിയിലേക്ക് എന്റെ പൊന്നുമോനെ രാത്രി സമയത്ത് ഒറ്റയ്ക്ക് മൂത്രമൊഴിക്കാൻ കുടുംബം വിടുന്നില്ല. പറയുന്ന പ്രശ്നം പേടിച്ചോകുന്ന പറയുന്നത്. ഇതൊക്കെയാണ് എന്റെ അവസ്ഥ, ഇതാണ് നിങ്ങളുടെ അവസ്ഥ. ഇതേതോ ഒരു അഫ്ഗാനിസ്ഥാനിലോ അല്ലെങ്കിൽ ഏതോ ജർമ്മനിയിലോ അല്ലെങ്കിൽ അമേരിക്കയിലോ ഉള്ള ആരെങ്കിലും സംബന്ധിച്ച് വേല പറഞ്ഞിട്ട് തിരിച്ചു പോകലല്ല. ഇതെന്നെ സംബന്ധിച്ചുള്ള വേല, നിങ്ങളെ സംബന്ധിച്ചുള്ള വേല. നന്നാകാൻ ഇനി എന്തിനാ താമസം? എപ്പോഴാ നമ്മൾ നന്നാകുക? നമുക്ക് പരിവർത്തനം വേണ്ടേ? നമുക്ക് നമ്മുടെ ശൈലികൾ വേണ്ടേ? നമുക്കൊരു ഇസ്ലാമികമായ സംസ്കാരം വേണ്ടേ? താടി ഭീകരവാദത്തിന്റെ ലക്ഷണമല്ല, തീവ്രവാദത്തിന്റെ ലക്ഷണമല്ല. അത് ഇസ്ലാമിക് കൾച്ചറാണ്, ഇസ്ലാമിക് ഐഡന്റിറ്റിയാണ്. അത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. അള്ളാഹു നമുക്കതിന് തൗഫീഖ് തരുമാറാവട്ടെ. എന്റെ സംസാരം ദീർഘിച്ചു പോയതിൽ ക്ഷമ ചോദിക്കുന്നു. നിങ്ങളോട് പ്രത്യേകമായി ഉണർത്തുന്നു, അള്ളാഹുവിന്റെ ദീന് നമ്മൾ മുറുകെ പിടിക്കണം. ഹബീബ് റസൂലുള്ളാഹ് തങ്ങളെ മുറുകെ പിടിക്കണം. മുങ്കർ നക്കീർ ചോദ്യത്തിന് വരികയാണ്.
ഖബറിൽ കിടത്തി സ്വന്തം മകന് മൂടുപലക വെച്ചു. മൂടുപലകയിൽ നിന്ന് വല്ല മണത്തരികളും താഴേക്ക് വീഴുന്നതിന് ഇലകളെ കൊണ്ട് അത് മുഴുവനും ഫില്ല് ചെയ്തു. മണ്ണ് വാരിയിട്ടു, 2 മീസാങ്കല്ല് കുത്തി. എന്നിട്ടവിടെ യാസീൻ ഓതിയിട്ട് മകൻ തിരിച്ചു വന്നു. പിന്നെ മകനറിയോ ഖബറിലുള്ള അവസ്ഥ? ഹബീബ് റസൂലുള്ളാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മുൻകർ നക്കീർ ആദ്യമായി ചോദിക്കുന്നു, മാദാ തഖൂലു ബിഹാദർ റജുലി, ഇവരെ സംബന്ധിച്ച് നിങ്ങൾ എന്ത് പറയുന്നു? ആ ഖബറിന്റെയും റൗളയുടെയും ഇടയിലുള്ള മറയെ അള്ളാഹു നീക്കം ചെയ്ത് റസൂലുള്ളാഹിനെ നേരിട്ട് ഹുജ്റത്തു ശരീഫിലേക്ക് കാണിച്ചു തന്ന് മാദാ തഖൂലു ബിഹാദർ റജുലി, ഇവരെ സംബന്ധിച്ച് എന്ത് പറയുന്നു എന്ന നിലക്ക് റസൂലുള്ളാഹിയാണ് നമ്മുടെ ഖബറിൽ ആദ്യമായിട്ട് കടന്നു വരുന്നത്. ആ ഹബീബിനെ നമ്മൾ ഇഷ്ടം വെക്കണം, ആ ഹബീബിനെ നമ്മൾ സ്നേഹിക്കണം, അവിടുത്തെ മേലെ സ്വലാത്ത് വർദ്ധിപ്പിക്കണം, അവിടുത്തെ സുന്നത്തുകൾ നമ്മൾ പകർത്തണം. റഹ്മർ റഹ്മാനായ റബ്ബ് നമുക്കതിന് തൗഫീഖ് തരുമാറാവട്ടെ. ഞാനിപ്പോൾ ദുആ ചെയ്യുന്നത് ഒരു അദബുകേടാണെന്ന് എനിക്കറിയാം. ഇൻഷാ അല്ലാഹ് നാളെ മുതൽ ദുആ ചെയ്യും. നമുക്കൊക്കെ വേണ്ടി ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ ദ്വാര തന്നിട്ടുണ്ട്. നമുക്ക് ദ്വാരക്കാനുള്ളത് ഉസ്താദിന്റെ ആഫിയത്തിനും ദീർഘായുസ്സനാണ്. അല്ലാഹുവേ, സുന്നത്ത് ജമാഅത്തിന് വേണ്ടി, ഞങ്ങൾക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടി ജീവിതം മുഴുവനും ഒഴിഞ്ഞു വെച്ച് നിന്റെ സുന്നത്ത് ജമാഅത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സർവ്വ ആലിമീങ്ങൾക്കും ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണേ അല്ലാഹ്. അവരുടെ തണലിന്റെ കീഴിലായി ദീർഘകാലം നിന്റെ ദീനിനെ പ്രവർത്തിക്കാനും പ്രചരിപ്പിക്കാനും ഞങ്ങൾക്ക് നീ തൗഫീഖ് പ്രദാനം ചെയ്യണേ അല്ലാഹ്. ഞങ്ങൾ ഈ ഒരുമിച്ച് കൂടിയത് മുഴുവനും ഞങ്ങൾക്ക് സാലിഹീങ്ങളുടെ കൂടെ ഒരുമിച്ച് കൂടാനുള്ളൊരു അവസരമായി ഞങ്ങളിൽ നിന്ന് കബൂലാക്കി തരണേ അല്ലാഹ്. ഞങ്ങളുടെ മനസ്സിലുള്ള സർവ്വവിധ ഹലാലായ ഉദ്ദേശങ്ങളും നീ പൂർത്തിയാക്കി തരണേ അല്ലാഹ്. പഠിച്ചവനെ, ഞങ്ങൾ മരിച്ച് ഖബറിലെത്തിയാൽ ഞങ്ങൾക്ക് സാന്ത്വനമേകാൻ, ഞങ്ങൾക്ക് സന്തോഷമേകാൻ, ആനന്ദമേകാൻ നിന്റെ ഹബീബിന്റെ സഹായം കൊണ്ട് ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ദീർഘിച്ചതിൽ ക്ഷമ ചോദിക്കുന്നു. എല്ലാവരോടും ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്യുന്നു. നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.